അതിനെ ചിലപ്പോൾ ആൾക്കാർ സെൽഫിഷ് എന്ന് വിളിക്കാം, നാർസിസ്റ്റിക് എന്ന് വിളിക്കാം. അത് ആൾക്കാരുടെ പ്രശ്നം. നമുക്ക് നമ്മുടെ കാര്യം നടത്തിയാൽ മതി. സ്ട്രഗിൾ ഉണ്ടാവും എല്ലാ കാര്യത്തിനും. സ്ട്രഗിൾ ചെയ്യാൻ പേടിയുള്ളവർ ആ പരിപാടിക്ക് പോകരുത്. അത് തോൽവി ആയാലും അത് സക്സസ് ആയാലും രണ്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ആൾക്കാർക്ക് മനസ്സിലൊരു സക്സസ് എന്നും പറഞ്ഞിട്ടുള്ളൊരു ഒരു നോഷൻ ഉണ്ട്. വലിയ കാറിലൊന്നും ഇറങ്ങുക, ഒരു ബോഡി ഗാർഡ് അല്ലെങ്കിൽ ഒരു ആൾ മുമ്പിൽ നിൽക്കുക, ഇതൊക്കെ ഷോയാണ് എൻ്റെ അഭിപ്രായത്തിൽ. മെജോറിറ്റി ഒപ്പീനിയനാണ് എപ്പോഴും ജയിക്കുക. മൈനോറിറ്റി ഒപ്പീനിയൻ ജയിക്കില്ല, പക്ഷെ മൈനോറിറ്റി ഒപ്പീനിയൻ റെലവെൻ്റ് ആണ്. ഫാദർ ആയിരിക്കും ഫസ്റ്റ് ഇൻസ്പിറേഷൻ. പുള്ളി മുടി നീട്ടി വളർത്തുമായിരുന്നു. എന്നിട്ട് ഞാൻ സ്കൂളിൽ മുടി നീട്ടി വളർത്തിയപ്പോഴത്തേക്കും പ്രിൻസിപ്പൾ വിളിച്ചു കഴിഞ്ഞാൽ ഇതേ വരുന്നു എന്താണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്നൊക്കെ പറയില്ലേ, പഴയ ഒരു ചൊല്ല്. മാസ്റ്റർ ആവില്ല, എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പറയല്ലേ. അങ്ങനെയല്ല, ചിലപ്പോൾ നമുക്ക് മാസ്റ്റർ ആവാം. ജാക്ക് ഓഫ് സം ട്രേഡ്സ് ആൻഡ് മാസ്റ്റർ ഓഫ് സം ട്രേഡ്സ്. Ladies and gentlemen, boys and girls, this is FC Boy live and direct with Jyotisha at Misfits. ആദ്യമായിട്ട് എനിക്കൊരു ഇൻട്രോ കിട്ടി. യെസ്. അപ്പോൾ ഗൈസ്, മിസ്ഫിറ്റ്സിൽ ഇന്ന് കൂടെ ഉള്ളത് ഒനിൽ സാബു. ഒനിൽ ചേട്ടൻ, വെൽക്കം. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ഓക്കെ, പലരും പല ലേബലുകളുടെ പുറകെ പോകുമല്ലോ. ഒനിൽ ചേട്ടൻ നോക്കിക്കഴിഞ്ഞാൽ ലോയറാണ്, ഷെഫ് എന്ന് വിളിക്കാൻ താല്പര്യപ്പെടാത്ത എന്നാൽ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന, എസ്പെഷ്യലി സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ഒരു ഷെഫാണ്. അതുപോലെ തന്നെ ഇപ്പം ഫാന്റാസ്മ എന്ന് പറയുന്നൊരു ഷോ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വയം കൊടുത്തിട്ടൊരു ലേബിള് FC ബോയ് എന്നുള്ളതാണ്. എന്താണ് ശരിക്കും ഒനിൽ സാബു എന്ന പേഴ്സൺ ശരിക്കും എന്താണ്? ഇതൊക്കെ തന്നെ എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഒനിൽ സാബു. ഒനിൽ സാബുക്ക് ഞാൻ എന്താ പറയുക, കുറേ സ്വപ്നങ്ങളുണ്ടല്ലേ, നമുക്കെല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളില്ലേ. ആ എല്ലാ സ്വപ്നങ്ങളും സാധിച്ചെടുക്കുക എന്നുള്ളതാണ്, 1 by 1. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ കുറേ കലാരൂപങ്ങളോട് താല്പര്യങ്ങളുണ്ടായിരുന്നു. സ്റ്റോറി ടെല്ലിങ് ഒരു നല്ലൊരു കലയാണ്. അതിപ്പോൾ നമുക്കിപ്പോൾ ആരും പുസ്തകങ്ങൾ വായിക്കുന്നില്ല അധികം. ഞാൻ 2016 ഒരു പുസ്തകം എഴുതിയായിരുന്നു. അഗെയിൻ ഞാനത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നടക്കാറില്ല. ഐ ഹവ് റിട്ടൺ എ ബുക്ക്, ഐ എം ആൻ ഓഥർ എന്നുള്ളത്. അതും ഒരു ടാഗാണ്. സോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ലൈഫിൽ റിഗ്രറ്റ്സ് പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒനിൽ സാബുക്ക് റിഗ്രറ്റ്സ് പാടില്ല. ചെയ്തത് എന്താ പറയുക, അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ ആ ഒരു ഏജിൽ വളർന്ന ഒരാളാണ്. ഹൈലി കോമ്പറ്റീറ്റീവായിട്ട് ഒരു എൻവയൺമെൻറ്റിലായിരിക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുക, കലോത്സവത്തിന് പോവുക. അങ്ങനെ ഒരു ഗെയിമിന് നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു കാര്യത്തിന്. അത് തന്നെ ഞാൻ ലൈഫിൽ ഓരോ കാര്യങ്ങൾക്ക് ശ്രമിക്കാറുള്ളൂ. അപ്പം നമ്മൾക്ക് കുറേ കഴിവുകളുണ്ടല്ലോ. കഴിവുകൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് ജസ്റ്റിസ് കൊടുക്കുന്നില്ല. അതൊരു എന്താ പറയുക, നമ്മളൊരു എന്നെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്യാറുന്നല്ലോ, വൈ നോട്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ തന്നെ ഒരാളെ ഇപ്പോൾ ക്രിറ്റിസിസം ഫോർ എക്സാമ്പിൾ TV കാണുന്നു, സോഷ്യൽ മീഡിയയിൽ കാണുന്നു, എന്നിട്ട് ഇതൊക്കെ എന്താ കാണിക്കണം ഇവന്മാർ. അപ്പം പിന്നെ നമ്മൾ തന്നെ ചെയ്ത് കാണിക്കണം. കമൻറ്റ് ഇട്ടുകൊണ്ട് കാര്യമില്ല, ചെയ്ത് കാണിക്കണം. അപ്പോൾ എന്തും ചെയ്ത് കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഓരോ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ അത് ഫെയിലിയർ ആവും, ചിലപ്പോൾ സക്സസ്ഫുൾ ആവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ മാഡ് വിച്ച് സാൻഡ്വിച്ചും. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ എന്താ പറയുക, ബുക്ക് ഉണ്ട്. എനിക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അത് ഓഫ് കോഴ്സ് പൂട്ടിപ്പോയി. ഈ പറഞ്ഞ പോലെ അത് കോവിഡ് സമയത്താണ് ക്ലോസ് ചെയ്തത്. നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കി, പറ്റിയില്ല. സോ പിന്നെ അങ്ങനെ എന്നാലും നമ്മൾ ശ്രമിക്കണം, എല്ലാം ശ്രമിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറേ കോൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പോപ്പപ്സ്, 2 ദിവസത്തെ റെസ്റ്റോറൻറ്റ്, അതിങ്ങനെ കുറേ സ്ഥലത്ത് ചെയ്തു ഇന്ത്യയിൽ തന്നെ. അങ്ങനെ കുറേ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യാനുള്ള നമുക്ക് ഫസ്റ്റ് വിശ്വാസം ഉണ്ടാവണം. സെൽഫ് മോട്ടിവേറ്റഡ് ഒരു ഇൻഡിവിജ്വലാണ് പണ്ടേ. അതിനെ ചിലപ്പോൾ ആൾക്കാർ സെൽഫിഷ് എന്ന് വിളിക്കാം, നാർസിസ്റ്റിക് എന്ന് വിളിക്കാം. അത് ആൾക്കാരുടെ പ്രശ്നം. നമുക്ക് നമ്മുടെ കാര്യം നടത്തിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ലൈഫിൽ ശ്രമിച്ചുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യണം അത് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന അതിലാണ്. യു ആർ നോട്ട് ദെയർ യെറ്റ്, ബട്ട് യു ആർ ബെറ്റർ ദാൻ വാട്ട് യു വെയർ യെസ്റ്റർഡേ. അപ്പോൾ ദാറ്റ്സ് എ ഗുഡ് ചെക്ക് ഓൺ യുവർ സെൽഫ്. നമുക്ക് സ്വന്തം ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോയി ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഒരാളാണെങ്കിൽ, അത്ര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആ അംബിഷൻസിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും. സോ ഞാൻ തിയേറ്റർ ചെയ്തിട്ടുണ്ട്, നാടകം, അതിന് പോവും. ഇപ്പോൾ കുറേ ചെറുപ്പം തൊട്ട് നമ്മൾ മിമിക്രി ഇതിനൊക്കെ കലോത്സവത്തിനും പോകണമാണ്, പ്രൈസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ കലാതിലകം, അതെ, ഞാൻ കലാപ്രതിഭയായിരുന്നു. 3 വർഷം അടുപ്പിച്ച് സ്കൂളിൽ. പിന്നെ 11th and 12th ഒക്കെ സ്റ്റേറ്റിലൊക്കെ
പോയിട്ടുണ്ട്. പിന്നെ കോളേജ് ലെവൽ ആക്ച്വലി ഞാൻ ലോ സ്കൂൾസ്, നമ്മുടെ ഇപ്പോൾ ഇവിടെ ലോ കോളേജ് ഉണ്ട്, ലോ സ്കൂളുണ്ട്, IIT കോളേജ്, ഈ വ്യത്യാസം പോലെ. ഇപ്പോൾ നാഷണൽ എൻട്രൻസ് എഴുതിയാണ് ലോ സ്കൂളിൽ പോവുക. അപ്പോൾ ഞാൻ ഇവിടെ കേരളത്തിൽ പഠിച്ച ന്യൂവാൽസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്യും. പണ്ടേ ഒന്ന് നമുക്ക് ക്ലാസ് കട്ട് ചെയ്യാം, ഇത് കോമ്പറ്റീഷന് പോകുമ്പോൾ ഫുൾ അറ്റൻഡൻസ് കിട്ടും. അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻ. അപ്പോൾ കൽക്കട്ടയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അതെടുക്കും. അങ്ങനെ നമ്മൾ പണ്ട് തൊട്ടേ സ്വന്തമായിട്ടാണല്ലോ ഇതൊക്കെ. ഈ അന്ന് ഫോണ്, ഈ ഇൻ്റർനെറ്റ് അധികം യൂസ് ചെയ്തിട്ടുള്ള കാലമല്ല. നമ്മളപ്പോൾ ആരെങ്കിലുമൊക്കെ ഓർഗാനിക്കലി കോണ്ടാക്ട് ചെയ്യുക, പിന്നെ ആ കോമ്പറ്റീഷന് പോവുക. അങ്ങനെ ഓസ്ട്രേലിയയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിനെ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് പോകാൻ പറ്റി. ഫൈനൽ ഇയർ ആയിരുന്നപ്പോൾ ഒരു മാൻഫ്രെഡ് ലാക്സ് എന്ന് പറഞ്ഞ മൂഡ് കോർട്ട് കോമ്പറ്റീഷൻ, നമ്മുടെ കോളേജ് ലെവലിൽ ഒരു കേസ് വാദിക്കലാണ്. സ്പേസ് ലോനെ പറ്റിയായിരുന്നു. ഇപ്പോൾ സ്പേസ് ലോ തന്നെ ഉണ്ടോ എന്ന് തന്നെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ആ സ്പേസ് ലോയിലൊരു കോമ്പറ്റീഷൻ, അത് ISRO നടത്തുന്നു, ക്വാളിഫയിങ് റൗണ്ട് ഇന്ത്യയിൽ. പിന്നെ അന്നത്തെ നമുക്ക് ഓസ്ട്രേലിയയിൽ പോവാം, അതിനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും എന്തെങ്കിലുമായിട്ട് മാറി നിൽക്കുക. നമ്മൾ അന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ CV-യിൽ നല്ലൊരു ഇതുണ്ടാവും. നമ്മളെല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ തന്നെ ജീവിക്കാനല്ല, പുറത്തേക്ക് പോകാനാണല്ലോ. അങ്ങനെ പുറത്തൊക്കെ പോയി തിരിച്ച് നാട് ആണ് നമുക്ക് നല്ലത് എന്ന് തോന്നി ആ ഒരു വെളിപാടുണ്ടായി. അതിനുശേഷം ആണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള. പക്ഷെ പലരും ചിന്തിക്കുന്നു, ഇപ്പോഴാണേലും പല പേരൻസും കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ 12th വരെ ഇവിടെ പഠിപ്പിച്ചിട്ട് നേരെ അബ്രോഡ് എവിടെയെങ്കിലും പറഞ്ഞു വിടുന്നുണ്ട്. അത് നല്ല എഡ്യൂക്കേഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മൊനീൽ ചേട്ടൻ കുറെ പഠിച്ചു, പല സ്ഥലങ്ങളിൽ പോയി, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ അത്രയും പഠിച്ചിട്ട് പലരും വിചാരിക്കുന്നത് നമുക്ക് നാട്ടിൽ നിൽക്കുന്നതിലും പൈസ അവിടെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ടും അത് വേണ്ടാന്ന് വെച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ആവാൻ തീരുമാനിച്ചത് എന്തായിരുന്നു? സ്ട്രഗിൾ ഉണ്ടാവും എല്ലാ കാര്യത്തിനും. സ്ട്രഗിൾ ചെയ്യാൻ പേടിയുള്ളവർ ആ പരിപാടിക്ക് പോകരുത്. ഇപ്പം ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങി, എനിക്ക് റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് ഇല്ല. അതെങ്ങനെ പോവും? അത് തോൽവി ആയാലും അത് സക്സസ് ആയാലും രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അത് രണ്ടും ചെയ്യാനുള്ള, റിസ്ക് എടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അതൊരു തലയിലാണെല്ലാം. നമ്മൾ അത്രയും സ്ട്രോങ് ആയിരിക്കണം. അടി കിട്ടി പഠിക്കും എന്ന് പറയില്ലേ, അങ്ങനെ തന്നെ പഠിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എല്ലാം നമുക്കൊന്നും, നത്തിങ് വാസ് ഗിവൺ ടു മീ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഐ ഏൺഡ് എവറിത്തിങ്. എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയതല്ല ഓരോ സാധനങ്ങളും. ഞാൻ തന്നെ സ്വയം എൻ്റെ തല ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളായിരിക്കും. ചിലത് വർക്ക് ചെയ്യും, ചിലത് വർക്ക് ചെയ്യില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പക്ഷേ ആൻസർ കൊടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരോടും ഇല്ല. ഞാൻ തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ എടുക്കുന്ന ഡിസിഷൻസ് എത്രത്തോളം. നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ നമുക്കൊരു സ്കൂൾ ലെവലിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്തു, ഇത്രയും മാർക്ക് മേടിച്ചാലും ടീച്ചർ പറയും ഇതിൽ നന്നായിട്ട് ചെയ്യാം. അത് ആ ഒരു മിലേനിയൽ ജനറേഷൻ്റെ ഒരു കുഴപ്പമാണ്. അന്ന് തൊട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പറയും ഇതിലും കൂടുതലൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഒരിക്കലും വിൽ നെവർ ബി സാറ്റിസ്ഫൈഡ്. എന്ത് അച്ചീവ് ചെയ്താലും നോട്ട് ഇനഫ് നെക്സ്റ്റ്. അതിലൊരിക്കലും കല്യാണം കഴിക്കുക, സെറ്റിലാവുക, വീടുണ്ടാക്കുക, കൊച്ചുണ്ടാക്കുക, ഇരിക്കുക എന്നുള്ള ഒരു സാധനമല്ല. അത് സൊസൈറ്റിയുടെ ആവശ്യങ്ങളാണ്. ഇപ്പം നമ്മളൊരു കോമൺ മാൻ ആയിട്ട് ജീവിക്കണം, സാധാരണക്കാരനായിരിക്കണം, ഹമ്പിളായിരിക്കണം എന്നൊക്കെ ഉള്ളത് സൊസൈറ്റിയുടെയും ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും പോവില്ല. ഒരേ പേസിൽ അത് ആ ഒരു ചിന്തയിൽ നിന്ന് മാറി എനിക്കിതെല്ലാം ചെയ്യണം. കാരണം ഇപ്പം ഞാൻ സമ്പാദിക്കുന്നു, ഞാൻ എൻ്റെ പുറത്ത് സ്പെൻഡ് ചെയ്യുന്നു, എനിക്ക് പുതിയ ടാറ്റു വേണം, ടാറ്റു അടിക്കണം, അത്രേ ഉള്ളൂ. അതെൻ്റെ സൗകര്യം, എനിക്ക് ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കാരണം നമ്മളൊരു അഡൾട്ടല്ലേ, പഠിക്കേണ്ട സമയത്ത് നമുക്കൊരു ജോലി ഉണ്ടായിരുന്നുള്ളത്, ഞാൻ മര്യാദയ്ക്ക് ചെയ്തു, പഠിച്ചു. യു ഹാഡ് ഓൺലി വൺ ജോബ്, സ്റ്റഡി അത്രേ ഉള്ളൂ. ജോലി എടുക്കുക, അതൊക്കെ തന്നെ ചെയ്തു. ആ ഒരു ട്രാൻസിഷനിൽ അങ്ങോട്ട് പോയി, പുറത്തു പോയി, UK പോയി പഠിച്ചു, UK വർക്ക് ചെയ്തു, ദോഹയിൽ വർക്ക് ചെയ്തു, അങ്ങനെ പല സ്ഥലത്തും വർക്ക് ചെയ്ത്, മലേഷ്യ, ഓസ്ട്രേലിയയിൽ പോയി, അങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ ആ ഒരു ഫീൽഡിൽ. ലോയർ ആയിരുന്നു 10 years, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ADV എന്നുള്ള ആ ഒരു സംഭവം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ADV എന്നൊക്കെ പേരിലിടില്ലേ, അഡ്വക്കേറ്റ്, അത് ഞാൻ പിന്നെ ഇട്ടിട്ടില്ല. ഉപയോഗിക്കാറുണ്ട്. അത് ഞാനിപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൊഫഷൻ ക്വിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രജിസ്ട്രേഷൻ ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല. ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രാക്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കോടതിയിൽ പോണ ഒരു വക്കീലല്ല, കോർപ്പറേറ്റ് ലോയറാണ്, ഷിപ്പിംഗ് ലോ ആണ് പഠിച്ചത്. അപ്പോൾ ആൾക്കാരെ തൂക്കിക്കൊല്ലലൊന്നുമില്ല, കോൺട്രാക്ട്സേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വെൻ വി എഡ്യൂക്കേറ്റ് അവർ സെൽഫ്സ്, നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം, നമ്മൾ ഇവിടുന്ന് പുറത്തു പോകാനാണല്ലോ. അന്ന് ആ രീതിയിൽ പുറത്തെങ്ങനെ എന്ത് വർക്ക് ചെയ്യും, അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് തന്നെ അത്രയും ഫോക്കസ് ചെയ്ത് ഒരു
ഇന്ത്യൻസിനോട് മാത്രം സംസാരിക്കാനല്ല, വേറെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മോഡുലേഷൻ മാറണം. എന്നാലേ നമുക്ക് കോർപ്പറേറ്റ് ജോബ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനൊക്കെ വേണ്ടി സ്വന്തമായിട്ട് തന്നെ നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കുകയായിരിക്കും. അപ്പോൾ അത് ആ സമയത്ത് പുറത്തു പോകുമ്പോൾ എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് നമ്മൾ CV ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ CV ഭയങ്കര കളർഫുൾ ആയിരിക്കും. ഇത്ര ഇൻറ്റേൺഷിപ്പ്, ഇത്രയും കോമ്പറ്റീഷൻ, ഇത്ര ഇത്, നല്ല ജോലി കിട്ടുള്ളൂ. കാരണം നമുക്ക് അത്രയും ഒരു എന്താ പറയുക പ്രഷറുണ്ട്. ഇതൊരു കോർപ്പറേറ്റ് റേസ് ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു പ്രഷറൊക്കെ നമ്മൾ ഏറ്റെടുത്ത് പിന്നെ നമ്മൾ ജോലി എടുക്കുമ്പോൾ നമുക്ക് ആലോചിക്കും, പഠിച്ചപ്പോൾ ചെയ്ത ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് പതുക്കെ പതുക്കെ ഓരോ ആഗ്രഹങ്ങൾ, ലിറ്ററേച്ചറിലുള്ള ഇഷ്ടം, ആർട്സിനോടുള്ള ഇഷ്ടം ഒരു ബുക്കിലേക്ക് മാറാം. പിന്നെ ആ ബുക്ക് എത്തുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഇൻ്റർനെറ്റും മറ്റേ ഇൻസ്റ്റാഗ്രാമൊക്കെ ഭയങ്കര ഫേമസ് ആയി. എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു MBA കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പഠിക്കാൻ ശ്രമിച്ചായിരുന്നു. ചുമ്മാ അതൊരു ഖത്തറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചുമ്മാ MBA ഒന്ന് പഠിക്കാൻ വേണ്ടി, പിന്നെ ഞാൻ അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ, അങ്ങനെ പല കാര്യങ്ങളിലൊക്കെ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ കുറേ തിയറീസ് ഉണ്ടാവും. മാർക്കറ്റിംഗ് ഇതെങ്ങനെയാണ്, അങ്ങനെയാണ്. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം. ഹൗ ടു സെൽ യുവർ സെൽഫ്. ഇപ്പം എനിക്കൊരു PR ഒന്നും വേണ്ട, ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ ഏത് രീതിയിൽ വേണം എന്നുള്ളത് എനിക്കൊരു ധാരണ ഉണ്ടല്ലോ, അതിൽ പോവാം. അതിപ്പോൾ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് അല്ലായിരിക്കും, ബട്ട് ഐ വിൽ ട്രൈ. കാരണം വെച്ചാൽ ഇപ്പോൾ അൽഗോറിതം ബേസ് ചെയ്തിട്ട് ഒരു കോണ്ടന്റ് പോസ്റ്റ് ചെയ്യണം. ആ കോണ്ടന്റ് ഇന്ന സമയത്ത് പോസ്റ്റ് ചെയ്യണം, ഇത്ര ആൾക്കാർ കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ഹുക്ക് ഉണ്ടാവണം അതിനകത്ത്, ഇത് ഓടണമെങ്കിൽ ട്രെൻഡിങ് മ്യൂസിക് ഉപയോഗിക്കുക. ഇപ്പം ഇത് ഇങ്ങനൊരു സംഭവം വരുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള മ്യൂസിക് ഇടാൻ പറ്റുന്നില്ല. ഞാനൊരു സിനിമാറ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു സാധനമായിരിക്കും. ഇപ്പം ഞാൻ വിഷ്വലൈസ് ചെയ്തേക്കണ വേറൊരു പാട്ടായിരിക്കും, പക്ഷെ അത് ട്രെൻഡിങ് അല്ല. പക്ഷെ അത് ഉപയോഗിച്ചാലേ ഇത് റീലിന് വ്യൂസ് കിട്ടുള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ എനിക്ക് റീലിന് വ്യൂ കിട്ടിയില്ലെങ്കിലും ആ ഒരു ഡിപ്രഷനിലൊന്നും ഞാൻ പോകാൻ പോകുന്നില്ല. അങ്ങനെ ചിന്തിച്ച് തന്നെ ചെയ്യുക. എത്ര പേര് ചിന്തിക്കും? വളരെ കുറച്ച് പേര് ചിന്തിക്കുള്ളൂ. ഇത് ഇങ്ങനെ ചെയ്താലേ 1 മില്യൺ അടിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടല്ലേ ചെയ്യുള്ളൂ. നെറ്റ്ഫ്ലിക്സിലൊരു പടം നമ്മൾ കയറണമെങ്കിൽ ആക്ടർ ആരാ, അയാൾക്ക് എത്ര ഫോളോവർ ഉണ്ട് എന്നാ നോക്കുക അല്ലേ? അതിലേക്ക് ഇപ്പോൾ വേൾഡ് വന്നു. സോ എവറിത്തിങ് നീഡ്സ് ടു സെൽ. ഞാൻ കുറച്ച് കാര്യങ്ങളെങ്കിലും ഇറ്റ് ഡസൻ നീഡ് ടു സെൽ, ലൈക്ക് എല്ലാത്തിനും ഒരു സെല്ലിംഗ് പോയിന്റ് മാത്രം നോക്കാതെ എങ്ങനെ നമുക്ക് ഒരു സംഭവം ഈ പറഞ്ഞ പോലെ നമ്മുടെ രീതിയിൽ കൊണ്ടുപോകാം. വാട്ട് യു ലൈക്ക് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എൻ്റെ രീതിയിൽ ഐ ഹാവ് ടു ബി ഹാപ്പി വിത്ത് മൈ കോണ്ടന്റ്, വിത്ത് എനിത്തിങ് ദറ്റ് ഐ ഡു. സോ ആർ യു ഹാപ്പി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ എപ്പോഴും യെസ് ആവാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഐ ആം ഓൾവേസ് ഹാപ്പി. യാ, യു ഹാവ് ടു ബി ഹാപ്പി. ബിക്കോസ് ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ഊബറിലാണ് വന്നത്. ആൾക്കാർക്ക് മനസ്സിലൊരു സക്സസ് എന്നും പറഞ്ഞിട്ടുള്ളൊരു നോഷൻ ഉണ്ട്. വലിയ കാറിലൊന്നും ഇറങ്ങുക, ഒരു ബോഡി ഗാർഡ് അല്ലെങ്കിൽ ഒരു ആൾ മുമ്പിൽ നിൽക്കുക, ഇതൊക്കെ ഷോയാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതൊന്നും ഇല്ലാണ്ട് തന്നെ ആൾക്കാർക്ക് ഫെയിം ഉപയോഗിക്കാൻ അറിയണം. അല്ലെങ്കിൽ യു ഡോണ്ട് നോ ഹൗ ടു യൂസ് ഫെയിം. ബസ്സിൽ പോകാൻ പറ്റണം, ട്രെയിനിൽ പോകാൻ പറ്റണം, ഓട്ടോ കയറി പോകാൻ പറ്റണം. സക്സസ്ഫുൾ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പൈസ കാണിച്ചിട്ടുള്ള സക്സസ് അല്ല, മനസ്സിൽ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അതാണ് സക്സസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത്. അതൊരാഗ്രഹം ആയിരുന്നല്ലോ, 2 years, അതിന് മുമ്പേ 2 years ഉള്ള ആഗ്രഹം. അതിൽ കയറിയ ദിവസം ഉണ്ടല്ലോ, യു മെയ്ഡ് ഇറ്റ്. അവിടെ അച്ചീവ് ചെയ്തു. അതിൽ എത്ര ദിവസം നിന്നു, അതിൽ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ പിന്നീട് വന്നതാണ്. യു ഹാവ് അച്ചീവ്ഡ് യുവർ ഡ്രീം. ഹൗ മെനി അതർ പീപ്പിൾ ക്യാൻ അച്ചീവ് ദാറ്റ് ഡ്രീം? ഒരുപാട് ലക്ഷങ്ങളുടെ ഡ്രീം ആയിരിക്കും ചിലപ്പോൾ. അന്നൊരു ദിവസം അവിടെ കയറുമ്പോൾ തോന്നുന്ന ഫീലിംഗ്, ആ സാറ്റിസ്ഫാക്ഷനുള്ള ആ ഹാപ്പിനെസ്, അതാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു യു ഡോണ്ട് ഹാവ് ടു ഡിഫീറ്റ് എനിബഡി എൽസ്. ആരെയും തോപ്പിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം ആഗ്രഹങ്ങൾ സാധിച്ചോ മാത്രം നോക്കിയാൽ മതി. അത് ആ രീതിയിൽ ഐ എം ഹാപ്പി. ഇപ്പൊ ഈ കുറെ ആഗ്രഹങ്ങളുടെ പറഞ്ഞു, ബിഗ് ബോസിൽ കയറുക എന്നുള്ളൊരു ആഗ്രഹം, അതുപോലെ ഒരു ബുക്ക് എഴുതണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്തു, റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തു. ഇനി എന്താണ് ലൈഫിൽ, ഇപ്പൊ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പറഞ്ഞു. ഇനി എന്താണ് അപ്പം ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒരു ഡോക്യുമെന്ററി ആഗ്രഹമാണ്. ഫുഡ് ആന്ത്രപ്പോളജി, കൾണറി ആന്ത്രപ്പോളജി, അതിൻ്റെ ഒരു ഡോക്യുമെന്ററി. സോ അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡോക്യുമെന്ററി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ കാലത്ത് ആരും ചിന്തിക്കണ പോലും ഇല്ല ഡോക്യുമെന്ററിനെ പറ്റി. എനിക്കതാണ് താല്പര്യം.
അപ്പം അതിന് ഞാൻ ഇപ്പം പിച്ച് ചെയ്ത് നോക്കും, എനിക്ക് തോന്നണില്ല അത് ഭയങ്കര ഒരു എന്താ പറയുക അതിനൊരു സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടുന്നു. അപ്പം ഞാൻ തന്നെ അതിന് വേണ്ടി പൈസ ഉണ്ടാക്കണം, ചെയ്യും അത്. ഈ പറഞ്ഞ പോലെ കാരണം കുറച്ച് ഫുഡിന് പൊളിറ്റിക്സ് ഉണ്ട് ഒരുപാട്. അത് നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരു ചാനലിൽ സെല് ചെയ്യണമെങ്കിൽ ആ ചാനലിൻ്റെ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ് ഏതാണ്, അതിന് വിപരീതമാണ് എൻ്റെ ഡോക്യുമെൻ്ററി എങ്കിൽ ഒരിക്കലും വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇത്തിരി റിബേലിയസ് ആണ് എൻ്റെ രീതിയിൽ. അപ്പോൾ ഞാൻ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യം വക്കീലായി പോയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു കേസ് പഠിക്കുമ്പോൾ അതിനകത്തൊരു മെജോറിറ്റി ഒപ്പീനിയൻ ആയിരിക്കും എപ്പോഴും ജയിക്കുക. ഒരു ബെഞ്ച് ഉണ്ടല്ലോ ഹൈക്കോർട്ടിൽ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൽ 13 അല്ലെങ്കിൽ ഓഡ് നമ്പർ ആയിരിക്കും ജഡ്ജസ്. അതിൽ മെജോറിറ്റി ഒപ്പീനിയനാണ് എപ്പോഴും ജയിക്കുക. മൈനോറിറ്റി ഒപ്പീനിയൻ ജയിക്കില്ല, പക്ഷെ മൈനോറിറ്റി ഒപ്പീനിയൻ റെലവൻ്റ് ആണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ മൈനോറിറ്റി ജഡ്ജ്മെൻറ്റ്, അതായത് ഒരു ജഡ്ജ്മെൻറ്റ് ഒരു കേസിൽ വന്നപ്പോൾ അതിൽ ഏറ്റവും മെജോറിറ്റി 7 പേര് പറഞ്ഞത് ഇതാണ്, ബാക്കി 6 പേര് പറഞ്ഞത് റെലവൻ്റ് ആവുന്നില്ല ഏത് ആ കേസിന് വേണ്ടി. പക്ഷെ അത് നമുക്ക് പഠിക്കാനുണ്ടാവും. ഇത്രയും പേര് ഇങ്ങനെയും പറഞ്ഞല്ലോ, ഇങ്ങനെയും ചിന്തിച്ചു, വേറിട്ട് ചിന്തിച്ചു. അപ്പം ഞാൻ ആ ഒരു ചിന്തയിലാണ്. ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സാധനം അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഹിസ്റ്ററി റെക്കോർഡ് ചെയ്തത് ബ്രിട്ടീഷുകാരനാണെങ്കിൽ ബ്രിട്ടീഷുകാരനെ സ്വാധീനിച്ച കമ്മ്യൂണിറ്റീസിൻ്റെ മാത്രം അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മാത്രമായിരിക്കും അവരുടെ ഹിസ്റ്ററി. അപ്പം ബിഫോർ ദറ്റ് എന്തായിരുന്നു, വേറെ കമ്മ്യൂണിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി ഇല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തുക. അത് ചിലപ്പോൾ കറൻ്റ്ലി ആ ഹിസ്റ്ററി തള്ളിക്കളയണമെന്നുള്ളത് നോർമലൈസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പം ആ സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് റിബേലിയസ് ആണ് ഇൻ ദ വേ ഐ ചൂസ് മൈ ടോപ്പിക്സ്. ബട്ട് അത് എനിക്ക് തോന്നുന്നത് ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് അത് ഗൂഗിളിൽ വരെ സെർച്ച് ചെയ്താൽ കിട്ടില്ല. ഈ പറഞ്ഞ പോലെ നമുക്കൊരു കുറച്ചു കാലം വരെ നമുക്ക് നമ്മളുടെ മുഖം ഫേമസ് ആയിരിക്കും. ഇപ്പോൾ അത് നമുക്കൊരു ധൈര്യം തരും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കുറച്ച് പേരുണ്ട് എന്നുള്ളത്. അത് മതി. അതിപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, 1000 മതി, കുഴപ്പമില്ല. കാരണം എനിക്ക് എന്നും എൻ്റെ ഓഡിയൻസ് ആരാണെന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ട്. ദാറ്റ് ഈസ് മൈ റൈറ്റ് ടു റീറ്റെയിൻ വാട്ട് ഓഡിയൻസ് ഐ വാണ്ട്. ഒരു ലാർജ് ഓഡിയൻസിന് വേണ്ടിയുള്ള സാധനം ഞാൻ ഉണ്ടാക്കില്ല. ചിലപ്പോൾ കുറച്ച് മതി. ഫാന്റാസ്മ ചെയ്യുന്നത് 30 പേരുള്ളൂ, മതി ഇത്ര മതി, അത്രയ്ക്ക് മതി. അതാ ഞാൻ പറഞ്ഞത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതിന് 1000 പേര് വന്നൊന്നുമല്ല, ഇത് എപ്പോഴും 30 പേരായിട്ട് എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഹാപ്പിനെസ്. ഈ ഫാന്റാസ്മയുടെ ചോദിക്കാനിരുന്നായിരുന്നു. ഫാന്റാസ്മ ഇപ്പം കുറവാണ് ഷോസ് ഇപ്പം വരുന്നത്. എനിക്കിതൊരു അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം. ബട്ട് സ്റ്റിൽ ഇപ്പൊ കൊച്ചിയുടെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഫേസ് ഫാന്റാസ്മയിലൂടെ കാണുന്നുണ്ട്, അനിൽ ചേട്ടനായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പലപ്പോഴും ഇപ്പം പറഞ്ഞു പല കാര്യങ്ങളും ഗൂഗിളിൽ ഉണ്ടാവാറില്ല. ഹിസ്റ്ററിയിലൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത കൊച്ചി അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒനിൽ ചേട്ടൻ വഴി ആൾക്കാരിലേക്ക് എത്തുന്നത്? പിന്നെ ഒരുപാട്. ഫാന്റാസ്മ തന്നെ അതിൻ്റെ ഒരു തെളിവാണ്. അതിനകത്ത് എപ്പോഴും കൊച്ചിക്കാരൻ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് അവർ പറയും ഇത് നമുക്ക് പുതിയ അറിവാന്ന്. ഞാൻ അതുകൊണ്ട് അതിന്റെ കോണ്ടന്റ് ഇറക്കാത്തത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫാന്റാസ്മ ഈസ് എ കമ്മ്യൂണിറ്റി ഇവന്റ്. ആൾക്കാർ വരിക, സ്റ്റോറി ടെല്ലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് അതായിരിക്കണം അതിന്റെ USP. അതാണ് സ്റ്റോറി ടെല്ലിംഗ് സെഷനാണ്. ഞാനൊരു ചാക്യാർ കൂത്ത് പോലത്തെ ഒരു പരിപാടിയാണ് ഡിസൈൻ ചെയ്തേക്കണം. വരിക, ആക്ഷേപഹാസ്യം ഉണ്ടാവും, കഥകളുണ്ടാവും, മിത്സ്, ഫോക്ലോർ, ലെജൻഡ്സ് അങ്ങനെ ഉണ്ടാവും. ഹിസ്റ്ററി മാത്രമല്ല. ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ജ്യോതിഷനെ പിടിച്ചിട്ടൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഫോട്ടോ വെച്ചിട്ട് ഇവിടെ വാസ്കോ ഡി ഗാമ ജനിച്ചു, ഇവിടെ വാസ്കോ ഡി ഗാമ മരിച്ചു, അത് ഹിസ്റ്ററി, റെക്കോർഡഡ് ഹിസ്റ്ററി. അവിടെ നാട്ടുകാരുടെ ഒരു പഴഞ്ചൊല്ലോ അല്ലെങ്കിൽ ഒരു പഴയ കേട്ട് കഥകളോ അങ്ങനെ കുറെ ഉണ്ടാവും. അതൊന്നും എവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതായിരിക്കും ഞാൻ പറയാം. ഇതിന്റെ റിസർച്ച് നടത്തണമെന്ന് പറഞ്ഞാൽ പാരലൽ ടു അക്കാഡമിക് ഹിസ്റ്ററി. അക്കാഡമിക് ഹിസ്റ്ററിയിൽ എന്താ പറഞ്ഞേക്കണേ അതിന്റെ പാരലായിട്ട് നമ്മൾ ബാക്കി മിത്സിന്നും ഫോക്ലോറിനും ലെജൻഡ്സിനും എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റിലീജിയസ് ടെക്സ്റ്റ് എടുക്കുക, ഫോർ എക്സാമ്പിൾ ബൈബിൾ. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ, മിഡിൽ ഈസ്റ്റ് ആ ഏരിയയിൽ. അപ്പോൾ ആ ഏരിയയുടെ ജോഗ്രഫിയും കാര്യങ്ങളൊക്കെ ഈ ബൈബിളിൽ ഉണ്ടാവും. ഇനി നമുക്ക് വേദങ്ങൾ എടുക്കാം, കുറേ കഥകളുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ ഹിസ്റ്റോറിക്കൽ എന്താണ് അതിൻ്റെ പേര്, സിഗ്നിഫിക്കൻസ് അതിലെ നോട്ടിങ്സിലുണ്ടാവും. എങ്ങനെയായിരുന്നു കുറേ സ്ഥലങ്ങളുടെ രൂപമൊക്കെ നമുക്ക് മനസ്സിൽ വരും.
അല്ലെങ്കിൽ ആളുകളുടെ ശൈലികളൊക്കെ മനസ്സിൽ വരും. അവർ ഉടുത്തിരുന്ന വെച്ചാൽ വസ്ത്രധാരണം ഇതെല്ലാം സെയിം ബൈബിളിൽ നിന്നും കിട്ടും, ആ ഏരിയയിൽ കിട്ടും. ഈ റിലീജിയസ് ടെക്സ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, റിലീജിയൻ എന്നുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടി അല്ലാതെ തന്നെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അത് ചിലപ്പോൾ ഹിസ്റ്റോറിക്കലി റിലവൻ്റ് അല്ലായിരിക്കും, മനസ്സിലായോ? പക്ഷേ അന്ന് ആ ഒരു കഥാകൃത്ത് എഴുതിയ രീതി, അയാൾ കഥ എഴുതിയല്ലോ, ആ കഥ എഴുതിയത് എങ്ങനെയായിരിക്കും അയാളുടെ ഒബ്സർവേഷൻ വെച്ചിട്ടാണ്. ആ ഒബ്സർവേഷൻ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ അത് എത്രത്തോളം റെലവൻ്റ് ആണെന്നുള്ളത് നമുക്ക് ഇന്ന് ചിലപ്പോൾ അത് ഒരു റെലവൻസി തോന്നില്ല കറൻ്റ്ലി ഒരു 2026. പക്ഷെ അത് ട്രാൻസ്ഫോംഡ് എങ്ങനെയായി എന്നുള്ളത് പഠിക്കലാണ് ആന്ത്രപ്പോളജി. ഹൗ വാസ് ഇറ്റ് അറ്റ് പോയിന്റ് എ, പോയിന്റ് ബി, പോയിന്റ് സി ആൻഡ് ഹൗ വിൽ ഇറ്റ് ബി ലേറ്റർ. ഫ്യൂച്ചറും കൂടി ഉണ്ട് ഇതിനകത്ത്. അതെ, പ്രസന്റും തുടങ്ങി ഫ്യൂച്ചർ ഇനി എന്തായിരിക്കും എന്നുള്ളത്. കാരണം ഇപ്പൊ ഫാന്റാസ്മ ഞാൻ ചെയ്തില്ല, കോണ്ടന്റ് മാത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോണ്ടന്റ് കണ്ടോണ്ടിരിക്കും. അതിങ്ങനെ കേൾക്കാൻ രസം, കാണാൻ രസം, കേൾക്കാൻ രസം, കാണാൻ രസം. പക്ഷെ അനുഭവിച്ചറിയണം, യു ടു എക്സ്പീരിയൻസ് ഇറ്റ്. കാരണം കഥയല്ലേ, കഥ ചൊല്ലാൻ വേണ്ടി എനിക്കിപ്പോൾ മൈക്കിൻ്റെ ആവശ്യമില്ല, ഫോണിൻ്റെ ആവശ്യമില്ല, ടാബിൻ്റെ ആവശ്യമില്ല. നമ്മൾ മനസ്സിൽ വരക്കുന്ന ചിത്രം മതി. കഥ കേട്ട് ഞാൻ ഓരോ കഥകൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിൽ വരക്കുന്ന ചിത്രം, അതെനിക്ക് നിങ്ങൾക്ക് പകർന്നു തരാമെന്നുള്ളതാണ്. അതെൻ്റെ കഥ ചൊല്ലൽ അല്ലെങ്കിൽ കഥ പറച്ചിൽ എങ്ങനെയാണ്, സ്റ്റോറി ടെല്ലിങ്. ഞാൻ യൂഷ്വലി ഇംഗ്ലീഷിലാണ് ചെയ്യുക, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാം. കാരണം ഞാൻ എഡ്യൂക്കേഷൻ വൈസ് മലയാളം സ്കൂളിൽ പഠിച്ചിട്ടില്ല, സ്വയം എഫേർട്ട് എടുത്തിട്ട് പഠിച്ചാണ്. ബാലരമയൊക്കെ വായിച്ച് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൻ്റെ ബോർഡ് വായിച്ച്, കാരണം അങ്ങനെയൊക്കെയാണ് മലയാളം ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ മലയാളം കൊച്ചി മലയാളമായിട്ട് ഇരിക്കുന്നത്. എനിക്ക് ആ രീതിയിൽ മലയാളം സംസാരിക്കാൻ അറിയുള്ളൂ, കാരണം ഐ ഡിഡ്ന്റ് എഡ്യൂക്കേറ്റ് മൈസെൽഫ് ഇൻ മലയാളം. ഈ ലാംഗ്വേജിന്റെ കാര്യം ഞാൻ ചോദിക്കാൻ വരുന്നായിരുന്നു. ഇപ്പം മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ ഹിന്ദി, വേറെ ഏതൊക്കെ ലാംഗ്വേജസാ? അറബി, ഉറുദു. എങ്ങനെയാണ് ലാംഗ്വേജസിൽ ഇത്ര ഫ്ലുവൻ്റ് ആയത്? സോ പോളിഗ്ലോട്ട് എന്നാണ് ആ ടേമിൻ്റെ പേര്. സംബഡി ഹു ഈസ് ഫ്ലുവൻറ്റ് വിത്ത് ലോട്ട് ഓഫ് ലാംഗ്വേജസ്. അതൊന്നുമില്ല, ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആണത് നമ്മൾ ബൈ വേ ഓഫ് എക്സ്പീരിയൻസ് ഈ ഭാഷയെ സംസാരിക്കുന്ന ആൾക്കാരോട് സംസാരിച്ചിട്ടാണ്. ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ് നമ്മുടെ ഇംഗ്ലീഷ് എന്നുള്ളത്. ഇപ്പം ഞാൻ കോമ്പറ്റീഷന് പോകുന്ന ആളാണ്. ഐ ഷുഡ് ബി അറ്റ് മൈ ബെസ്റ്റ് വൈൽ ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഐ ഷുഡ് ബി ഏബിൾ ടു ഡിഫീറ്റ് പീപ്പിൾ, ഓർ ഐ ഷുഡ് ബി ഏബിൾ ടു പ്രസൻറ്റ് മൈ സെൽഫ് ത്രൂ ദ ജഡ്ജസ് ഇൻ ദാറ്റ് വേ. അപ്പം എൻ്റെ സ്റ്റൈൽ ഉണ്ടാവും. ഇപ്പം എല്ലാവരും വന്നിട്ട് സാധാരണ രീതിയിൽ വന്നിട്ട് ഗുഡ് ഈവനിങ് റെസ്പെക്റ്റഡ് ജഡ്ജസ് ഇങ്ങനെയാണല്ലോ തുടങ്ങുക. ഞാൻ അങ്ങനെ തുടങ്ങില്ല. ചിലപ്പോൾ ഒരു കോട്ട് വെച്ചായിരിക്കും തുടങ്ങുക. ലാസ്റ്റ് ആയിരിക്കും താങ്ക് യു റെസ്പെക്ട്ഫുൾ ജഡ്ജസ്, ദിസ് ഈസ് ചെസ് നമ്പർ, ഇത് തീർക്കുക. കാരണം ഇറ്റ്സ് ഐദർ ദ ഫസ്റ്റ് ഇംപ്രഷൻ ഓർ ദ ലാസ്റ്റ് ഇംപ്രഷൻ ദാറ്റ് ഈസ് ലാസ്റ്റിംഗ്. നമ്മൾക്ക് ചൂസ് ചെയ്യാം നമ്മുടെ സ്റ്റൈൽ, നമ്മുടെ രീതി. എനിക്ക് എൻ്റെ രീതിയിൽ എന്ത് സാധനം ചെയ്താലും ഇത്തിരി സ്റ്റൈലിഷ് ആയിരിക്കണം, സ്വാഗർ ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്കൊരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് കിട്ടും. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്താൽ മാത്രമേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. സ്വന്തമായിട്ട് നമ്മൾ വെൻ യു ലുക്ക് ഇൻ ദ മിറർ, ഒരുപാട് മിററിൽ നോക്കി സംസാരിക്കുന്ന ആളാണ്. എൻ്റെ സംസാരം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് റിഗ്രറ്റൊക്കെ പണ്ട് ചെറുപ്പത്തിലുണ്ടാവുമായിരുന്നു. 30 years ആയതിനു ശേഷം പിന്നെ എനിക്ക് അങ്ങനെ റിഗ്രറ്റ്സ് ഇല്ല. കൊടുക്കേണ്ടത് ആ സമയത്ത് കൊടുക്കും. ഐ ഡോണ്ട് കെയർ. എന്നോട് പറഞ്ഞിട്ട് ഒരാൾ ഭയങ്കര ഒഫെൻസീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, സോ തിരിച്ച് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒഫെൻസീവ് ആയിരിക്കും, പക്ഷേ യു ആസ്ക്ഡ് ഫോർ ഇറ്റ്. കൊടുത്തില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായിപ്പോൾ. അത് പിന്നെ റിഗ്രറ്റ് ഉണ്ടാകുമ്പോൾ അയ്യേ ഞാൻ എന്തുകൊണ്ട് അതങ്ങനെ പറഞ്ഞില്ല, ഇവൻ എന്നെ ആക്കിയല്ലോ, ഇവൻ എനിക്ക് തിരിച്ചാക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്കി വിടണവന്മാരൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഇൻസൾട്ട് ചെയ്യാൻ തിരിച്ച് ഭയങ്കര ഒരു ഓർഗാസ്മിക് ഫീലിംഗാണ്. അതായത് ഒന്നിനു വേണ്ടിയിട്ടും സ്വന്തം മെന്റൽ ഹെൽത്ത് കോംപ്രമൈസ് ഒരിക്കലും ഇല്ല. എൻ്റെ മെന്റൽ ഹെൽത്ത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. എവറിബഡി ഷുഡ് പ്രയോറിറ്റൈസ് ദെയർ ഓൺ മെന്റൽ ഹെൽത്ത്. ഹൗ ഇറ്റ് എഫക്ട്സ്. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് തോൽവികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് താഴ്ത്ത് വീണിട്ടുണ്ട്, ഒരുപാട് റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്, പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നാട്ടുകാരെ അറിയേണ്ട കാര്യമില്ല. അതിൽ നിന്നൊക്കെ ഞാൻ തരണം ചെയ്ത് ഞാൻ സ്വയം എൻ്റെ ഒരു പേഴ്സണാലിറ്റി സ്ട്രോങ്ങർ ആക്കി, ഇംപ്രസീവ് ആക്കി. അതിലാണല്ലോ കഴിവ്. അപ്പം അത് എനിക്ക് എത്രത്തോളം എൻ്റെ ലൈഫ് പബ്ലിക് ആക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ചൂസ് മൈ ഓഡിയൻസ്. എനിക്ക് ഇങ്ങനെ എത്ര ഓഡിയൻസ് കിട്ടും എന്ന് പറയുമ്പോൾ ഞാൻ അതിലേക്ക് പോകില്ല, ഇത് മതി എന്നുള്ള രീതി. ഇത്രയും ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് പറഞ്ഞു. അപ്പം ഈ ഫേസ് ചെയ്ത പ്രോബ്ലംസിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു ഇനിഷ്യൽ ഒരു പുള്ള് വേണമല്ലോ നമുക്ക്. ആ ഇനിഷ്യൽ പുള്ള് എവിടെ നിന്നായിരുന്നു? ചിലപ്പോൾ നമ്മളെ ബാക്ക് ചെയ്യുന്ന ആൾക്കാർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മളും സ്വയം അതിനകത്ത്. പക്ഷെ നമ്മൾ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു വലിയ വീടുണ്ടായിരുന്നു, വലിയ കാർ ഉണ്ടായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ലൈഫിൽ അത് ആ സ്റ്റേജ് ഞാൻ തന്നെ കഴിഞ്ഞു. പിന്നെ ഇന്ന് എനിക്ക് ജോലിയില്ല, 10 വയസ്സില്ല, ജീവിതം തീരില്ലല്ലോ. നെക്സ്റ്റ് ഡേ വീണ്ടും വേറെ ഒരു കാര്യത്തിലേക്ക് പോവാം. പിന്നെ പുതിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന കാരണം, പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം അത് നല്ലതാണ് ആക്ച്വലി. നമ്മുടെ ഫോക്കസ് എപ്പോഴും ക്ലിയർ ആയിട്ട് ഒരു സ്ഥലത്തായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാൻ ഇഷ്ടം. ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നു, അതിനിടയിൽ ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന് വേറൊരു സ്ഥലത്ത് പോകുന്നത് അത് ഭയങ്കര അനോയിങ് ആണ്. ആ സമയത്ത് വേണ്ട ആവശ്യമില്ല. വെറുതെ ഇരിക്കുമ്പോൾ, ബോറടിച്ചിരിക്കുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒരു സാധനം ചെയ്യുമ്പോൾ ഞാൻ ഒരു സാധനം ചെയ്യുള്ളൂ, ഫോക്കസ്. അപ്പോൾ ഇന്നിപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ അന്ന് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അന്ന് എന്നെ ഫോണിൽ ആര് വിളിച്ചാലും ഞാൻ എളുപ്പടിക്കില്ല. എനിക്കത് ഇമ്പോർട്ടൻ്റാ. കാരണം അത് ചെയ്താലേ എനിക്ക് സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഒനീൽ സാബ് എന്ന വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ് ടാറ്റൂസും ഈ ആക്സസറീസും. എപ്പോഴും ഒരു ഷെയ്ഡ്സ് കൂടെ ഉണ്ടാകും. ഇതല്ല, ഇതിലൊരു ഒബ്സഷൻ ഉണ്ടെന്ന് പറയാം. പിന്നെ ഈ ടാറ്റൂവിന്റെ കാര്യം സംസാരിക്കുകയാണ്, ഓരോ ടാറ്റൂവും എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമോ നമുക്ക് വേണ്ടിയിട്ട്? എനിക്ക് പൊതുവെ എൻ്റെ എന്താ പറയാ, ഒരു ഡ്രസ്സിങ് ആയാലും ഞാൻ സ്കൂൾ ലെവലിലോട്ട് തന്നെ സ്കൂൾ ലെവൽ തന്നെ ഐ വാസ് ടു കൂൾ ഫോർ സ്കൂൾ എന്നുള്ള രീതിയിലുള്ള ഇതാണ് സംഭവം. ഐ ആം ടു കൂൾ ഫോർ ദി സ്കൂൾ. അപ്പോൾ അത് ഞാൻ ഫാദർ ആയിരിക്കും ഫസ്റ്റ് ഇൻസ്പിറേഷൻ. പുള്ളി മുടി നീട്ടി വളർത്തുമായിരുന്നു. എന്നിട്ട് ഞാൻ സ്കൂളിൽ മുടി നീട്ടി വളർത്തിയപ്പോഴത്തേക്കും പ്രിൻസിപ്പൾ വിളിച്ചു കഴിഞ്ഞാൽ ദേ വരുന്നു മുടി നീട്ടി വളർത്തിയിട്ട്. അതുകൊണ്ട് വെറുതെ കളവൊക്കെ അടിക്കും പുള്ളി. എന്തോ ഇവിടെയാണ് UAE പഠിച്ചത്, ഫിജാറിലാണ് പഠിച്ചത് 10 വരെ. പുള്ളി തന്നെ നമ്മളോട് പറയും അനാവശ്യമായിട്ടുള്ള റെസ്ട്രിക്ഷനാണ് മുടി വെട്ടണം എന്നുള്ളത്. പുള്ളി തന്നെ ചിലപ്പോൾ പ്രിൻസിപ്പളോട് പറയും, ഇല്ല ഞങ്ങൾ നാട്ടിൽ പോകും. അവിടെ നാട്ടിൽ പോകുന്നത് ചിലപ്പോൾ 2 ഇയേഴ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ 1 ഇയർ കൂടുമ്പോഴാണല്ലോ ആൾക്കാർ സ്വാഭാവികമായിട്ട്. നാട്ടിൽ പോകുമ്പോൾ നേർച്ചയുണ്ടേ, അതുവരെ ഇരുന്നോട്ടെ. ഏത് അപ്പൊ ഒരു അക്കാഡമിക് ഇയർ ഫുള്ള് കിട്ടും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഫാദർ മദറൊക്കെ ഈ ചെറുപ്പം തൊട്ട് തന്നെ മറ്റേ ഭയങ്കര മനസ്സിലായി. നമ്മൾ ആ കാലഘട്ടത്തിൽ ജനിച്ചാണല്ലോ, അവർക്ക് അവരുടെ ഹാപ്പിനെസ് നമ്മളിലൂടെ അച്ചീവ് ചെയ്യാൻ ഉള്ളതായിരിക്കും. നമുക്കതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നീ ഇതിന് പോ, നീ അതിന് പോ. ഒരു പ്രാവശ്യം പാട്ട് പാടാൻ പോയപ്പോ പിന്നെ അത് പറഞ്ഞു വേണ്ട, അത് പോരാ, അതിന് പോകണ്ട, വേറെ സാധനങ്ങളൊക്കെ. അച്ഛൻ തന്നെ എന്നെ ഫാൻസി ഡ്രസ്സിനൊക്കെ കുടിപ്പിച്ചൊക്കെ വിടും, ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിക്കും. അപ്പൊ ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് പുള്ളി ഇൻവോൾവ് ആണ്, അമ്മ ഇൻവോൾവ് ആണ്. ഇവരെല്ലാരും ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഒറ്റ മകനായിരുന്നു 9ാം ക്ലാസ് വരെ, പിന്നെയുള്ള അനിയൻ ജനിക്കണേ. അപ്പൊ അതിനൊരു കഥയുണ്ട്. പക്ഷെ 9ാം ക്ലാസ് വരെ ഞാൻ ഒറ്റ മകൻ. അപ്പൊ ഫുള്ള് എനിക്ക് വേണ്ടെല്ലാം കിട്ടുമായിരുന്നു, എനിക്കൊരു ഇതില്ലായിരുന്നു. പക്ഷെ അവർ എക്സ്പെക്ട് ചെയ്യണത് തിരിച്ച് പഠിത്തം മാത്രമേ ഉള്ളൂ, കൊടുക്കാന്നുള്ളതായിരുന്നു. അന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുന്നതായിരുന്നു. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്, റാങ്ക് മേടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രഷറൊക്കെ വന്നതിന് പകരം കൂടെയുള്ള ആൾക്കാർ ഞാൻ ബോയ്സ് സ്കൂളിൽ പഠിച്ചത്, അപ്പുറത്ത് ഗേൾസ് ക്ലാസ്സും ഉണ്ട്, അവിടെ അങ്ങനെയാണല്ലോ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ഫാമിലി വൈസും വളരെ ചെറിയൊരു യൂണിറ്റ് ആണല്ലോ. അപ്പൊ എല്ലാവരും ഭയങ്കര ഒരു കമ്പാരിസൺ ഒന്നും വരില്ല. അങ്ങനെ ഒരു കാര്യം എൻ്റെ അച്ഛനമ്മയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അവൻ പഠിക്കണുണ്ടില്ലേ എന്നുള്ളൊരു ഇതുണ്ടായിട്ടില്ല. നീ ഇങ്ങനെ പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും എന്ന് മാത്രം പറയുള്ളൂ. അങ്ങനെ ഒരു പിന്നെ അതുകൂടാതെ എനിക്ക് ചെറുപ്പം തന്നെ ഭയങ്കര ഇപ്പൊ എൻ്റെ അനിയൻ എന്നെ ചേട്ടൻ എന്നൊക്കെ കാണുന്ന പോലെ എൻ്റെ അച്ഛനമ്മയ്ക്കും ഞാനൊരു ബുദ്ധിജീവിയാണ്. അപ്പോൾ അവർ ആ രീതിയിൽ എന്തൊക്കെ വേണം, മോന് പഠിക്കാൻ ഇത് വേണം, അത് വേണം, അതെല്ലാം കൊടുക്കും. എന്നിട്ട് അവര് ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടൊക്കെ കേട്ടിരിക്കും. പണ്ട് തൊട്ടേ ആദ്യത്തെ ഓഡിയൻസ് അവരാണ്. പിന്നെയാണ് നമ്മൾ ഇതൊക്കെ നാട്ടുകാരിലേക്ക് എത്തിക്കണതും. പിന്നെ ഞാൻ കുറെ നാൾ എഴുതുമായിരുന്നു. എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ന്യൂസ് പേപ്പറിലൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു. ഡെക്കാൻ, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് എല്ലാവർക്കും എഴുതി കൊടുക്കുമായിരുന്നു. അതൊക്കെ ഞാൻ വക്കീലായിരുന്ന സമയത്ത് തന്നെ ചെയ്യുമായിരുന്നു. എനിക്ക് എഴുതണം ഇതിനിങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി, ഇങ്ങനെ ഒരു പീസ് ഉണ്ട് തരട്ടെ, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, നമ്മൾ ഓരോ കാര്യങ്ങൾ കോൺസ്റ്റന്റ്ലി നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ട് ആയി പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാൻ പറഞ്ഞ ആൾക്കാർ, നമ്മളിപ്പോൾ ഉള്ള ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തൊട്ട് പിന്നാലുള്ള ആശയങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ക്യാൻസൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ അങ്ങനെ ക്യാൻസൽ ചെയ്യാറില്ല. അതിനകത്തൊരു ഫ്ലോ ഉണ്ടെങ്കിൽ ഓക്കെ ഇതായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രാൻസ്ഫോർമേറ്റീവ് ആയിരിക്കുമല്ലോ, ഇനി ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതും കൂടി അനലൈസ് ചെയ്യാനുള്ള പവർ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ നോളജ് വെറുതെ സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ സർഫസ് ലെയർ ആയിപ്പോവും, ഗൂഗിളിൽ നിന്ന് വായിച്ച് പഠിച്ച സ്കോളർ ആയിപ്പോവും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു ഔട്ട്റൈറ്റ് ക്യാൻസലേഷൻ വരുന്നത് ഒരു ചെറിയ ആശയത്തിന്. അത് ചിലപ്പോൾ അച്ഛനാവാം, അമ്മയാവാം, അവരുടെ ചിന്താഗതി ആവാം. നമുക്ക് ചിലപ്പോൾ അവർ
ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ അവരെ ക്യാൻസൽ ചെയ്തുകൊണ്ട് കാര്യമില്ല. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടേയും തോന്നണ്ട ആവശ്യമില്ല നമുക്ക്. അവരവരുടെ രീതിയിലാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മളെങ്ങനെ അതാവാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ആശയങ്ങൾ വേറെ ഒരു ആളുടെ പുറത്ത് ഇമ്പോസ് ചെയ്യണത് ഒരു നല്ല ശീലമല്ല. ഞാൻ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് എൻ്റെ അനിയൻ ഇങ്ങനെ ആയിരിക്കണം, അല്ലെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. ഞാൻ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ഒരേ രീതിയിൽ വൈബ് എടുക്കുന്ന, നമ്മളെവിടെയാണോ നമ്മുടെ വൈബ് അതായിരിക്കും. ആ ഒരു രീതിയിലേ നോക്കാറുള്ളൂ. ഇപ്പോൾ അച്ഛനമ്മയൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അച്ഛന് ഒരു എന്താ പറയുക, അച്ഛനമ്മയൊക്കെ പ്രോഗ്രസീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വന്ന കാലഘട്ടത്തിൽ നോക്കുമ്പോൾ അവരുണ്ടായിരുന്ന കാലഘട്ടം വെച്ചാൽ അവർ പ്രോഗ്രസീവാണ്, വേറിട്ട് ചിന്തിച്ച ആൾക്കാരാണ്. എന്നെ പേരിട്ട് തന്നെ ഒനിയിൽ നിന്നാണ്, അത് തന്നെ ഒരു തെളിവാണ്. അപ്പം ആ ഒരു ബഹുമാനം കൊടുക്കുക. ബഹുമാനം വളരെ ഇമ്പോർട്ടൻ്റ്. റെസ്പെക്റ്റ്, അത് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. റെസ്പെക്റ്റ്, നിങ്ങളുടെ പഴയ ആൾക്കാരാണെങ്കിലും പഴയ ആശയങ്ങളാണെങ്കിലും അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. ഹിസ്റ്റോറിയൻസിനെ ഞാൻ ഔട്ട്റൈറ്റ് എലിമിനേറ്റ് ചെയ്ത് കളയാറില്ല. അവർ വായിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റിലീജിയസ് ടെക്സ്റ്റ്, എനിക്ക് റിലീജിയൻ ഒന്നുമില്ല, വിശ്വാസമൊന്നുമില്ല അങ്ങനെ റിലീജിയനായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രയും വർഷം മുമ്പ് ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ആ ബുക്കിനെ റെസ്പെക്ട് ചെയ്യുന്നത്, ആ കഥകളെ റെസ്പെക്ട് ചെയ്യുന്നത്, വേറെ ഒന്നും കൊണ്ടായിട്ടില്ല. അപ്പം അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പഴയതാണെന്നും പറഞ്ഞ് നമ്മൾ ഔട്ട്റൈറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അത് റെസ്പെക്ട് ചെയ്യുക. ഫ്യൂച്ചറിൽ എങ്ങനെയാവും, ഇപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു സ്റ്റഡി നടത്തുക. ടാറ്റു കൂടെ പറഞ്ഞു വന്നായിരുന്നു. ടാറ്റുവിൻ്റെ കഥ എന്താ? ടാറ്റു ഒരു ആർട്ട് ഫോമാണ്, ഒരു എക്സ്പ്രഷനാണ്. ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ. ടാറ്റു നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ കമ്മലിട്ടേക്കുന്ന പോലെ മോതിരിട്ടേക്കുന്ന പോലെ ഒരു എക്സ്പ്രഷനാണ്. ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഇപ്പോൾ ഇത് എൻ്റെ സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടാറ്റു ആണ്. അത് പെപ്പറാണ്, പിന്നെ ആമസോണിൽ നിന്നും വന്ന ഭക്ഷണങ്ങളാണ്. ലാസ്റ്റ് ടാറ്റു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 63 days. ഈ ടാറ്റു ഞാനത് ഒരു സാധനം അച്ചീവ് ചെയ്തു. ഒന്നെങ്കിൽ എൻ്റെ അച്ചീവ്മെന്റ്സ് ആയിരിക്കും. നമുക്ക് ഇടയ്ക്ക് റിമൈൻഡ് ചെയ്യണമല്ലോ, നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യണം. ഇതിപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാർപീഡിയം, ഇത് റിവേഴ്സ് ആംബിഗ്രമാണ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല, എനിക്കേ വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എന്നെ തന്നെ സീസ് ദ ഡേ എന്ന് പറയുന്നതാണ്. പിന്നെ ഇത് അമ്മ എന്നർത്ഥമുള്ളതാണ്. പിന്നെ ഇത് ഒരു ജാപ്പനീസ് നൈഫാണ്, ഇതിന് പ്രത്യേക അർത്ഥമുണ്ട്. ഇത് ഏൺ ചെയ്യണം. പിന്നെ ഇത് നമ്മൾ ഏൺ ചെയ്യണം. കിരിറ്റ്സുക്കെ എന്നാണ് ഈ നൈഫിന്റെ പേര്, വെറുതെ ഒന്നും കിട്ടില്ല. പിന്നെ ഇതെന്റെ സാൻഡ്വിച്ച് ബ്രാൻഡാണ്. ഒരു യക്ഷി, ഒരു ന്യൂഡ് ഗേൾ ഓൺ മൈ സാൻഡ്വിച്ച്. ഓക്കെ, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്റെ കയ്യിൽ അടിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. നാട്ടുകാർ കാണും, മൊറാലിറ്റി ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഓട്ടക്കാരന് ഇത് കണ്ടിട്ട് ചോദിച്ചു, അയ്യേ വൃത്തികേടല്ലേ, അവൻ്റെ കാഴ്ചപ്പാടിലല്ലേ, ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എൻ്റെ ഒരു കഥയാണ്. ഇതൊരു എൻ്റെ ഒരു ഡ്രീമാണ്. ഒരു ഡ്രീമിൽ ഒരു യക്ഷി വരുന്നു, സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറയുന്നു, സംതിങ് ലൈക്ക് എ കോളിംഗ്. ഞാൻ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സാധനം ഡിസൈൻ ചെയ്തു എൻ്റെ ടാറ്റു ആർട്ടിസ്റ്റിനോട്. അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ അതേപോലെ ഈ 2020 കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, റെസ്റ്റോറൻ്റൊക്കെ പൂട്ടിപ്പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു കോയ് ഫിഷ് അടിച്ചു. കോയ് ഫിഷ് മുകളിലേക്ക് നോക്കി നിൽക്കുക. മുകളിലേക്ക് പോകുന്ന കോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, എന്തെങ്കിലും ഡിഫിക്കൽട്ട് ടൈംസിൽ എന്തെങ്കിലും തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ അടിക്കുന്നതാണ്. ഒരു വാട്ടർഫോളിൻ്റെ മുകളിലേക്ക് പോകും ഈ കോയ് ഫിഷ് എഗെയിൻസ്റ്റ് ദ കറണ്ട്. മുകളിൽ പോകുമ്പോഴത്തേക്കും ഒരു സുപ്പീരിയർ ഫോഴ്സ് അതിനെ ബ്ലെസ് ചെയ്തിട്ട് ഒരു ഡ്രാഗൺ ആവും. ഇതാണ് ജാപ്പനീസ് കഥ. അതുകൊണ്ടാണ് ഇതൊരു ഡ്രാഗണായി മാറിയത്, ഇത്ര വലിയ ഡ്രാഗൺ. അപ്പൊ അങ്ങനെ കണ്ടിന്യൂഷൻ എല്ലാം ലൈഫായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ. അതെ, ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ. ടാറ്റൂസ് ആർ എ ഫോം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് പീപ്പിൾ ആർ ഇന്റിമിഡേറ്റഡ് ബൈ ടാറ്റൂസ്. ചിലവർ കാണുമ്പോൾ അയ്യോ എന്നൊക്കെ ഉള്ളത് തോന്നും. ഇതൊക്കെ ഭയങ്കര ഇതല്ലേ, അത് അവരുടെ ചിന്താഗതി. നമുക്ക് എല്ലാവരെയും മാറ്റാൻ പറ്റില്ല, നമുക്ക് സ്വന്തമായിട്ട് മാത്രം മാറാൻ പറ്റുള്ളൂ. യു കെൻ ഓൺലി ചേഞ്ച് യുവർ സെൽഫ്, യു കാൻ ചേഞ്ച് അതർ പീപ്പിൾ. സോ അതിനുവേണ്ടി സമയം കളയരുത്, അതാണ് ചിന്തിച്ചിട്ടുള്ളൂ. കാരണം വെച്ചാൽ വാട്ട് യു വാണ്ട് ടു ഡു. ഞാൻ നേരത്തെ പറഞ്ഞ റിഗ്രറ്റ്സ് ഉണ്ടാവുന്നത് ലൈഫിൽ. ഇന്ന സാധനം കഴിച്ചിട്ടില്ല, ടാറ്റു അടിച്ചിട്ടില്ല, ഈ സ്ഥലത്ത് പോയിട്ടില്ല, അങ്ങനെ റിഗ്രറ്റ്സ് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ഐ എം സിംഗിൾ. കാരണം എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും മറ്റേ എന്താ അതിൻ്റെ പേര് മൊറാലിറ്റിയും ഇതൊക്കെ നോക്കി എൻ്റെ ലൈഫ് കുളവാക്കണമെന്നില്ല ഇപ്പോൾ കറൻ്റ്ലി. അതെൻ്റെ രീതി. ചിലപ്പോൾ മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് വിശ്വാസമില്ലാത്തല്ല, കാണുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, പക്ഷേ പക്ക പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് എത്ര പേര് മാരി ചെയ്യുന്നു, എത്ര പേര് ഡിവോഴ്സ് ചെയ്യുന്നു. ടബ്ബു ഉണ്ടല്ലോ, സിനിമാടി ടബ്ബു, പുള്ളിക്കാരത്തി നമുക്കൊരു ഇൻസ്പിറേഷനാണ്. 50+ ആയി ടബ്ബു. ഈ അടുത്ത് പറഞ്ഞായിരുന്നു
ഐ എം ഹാപ്പിലി സിംഗിൾ, ഐ ജസ്റ്റ് നീഡ് എ മാൻ ഇൻ ബെഡ്. ദാറ്റ്സ് വാട്ട് ഷീ സെഡ്. ഐ ഓൾസോ ഫോളോ ദ സെയിം ലൈൻസ്. ഐ ജസ്റ്റ് നീഡ് എ വുമൺ ഇൻ ബെഡ്, ഐ എം ഹാപ്പിലി സിംഗിൾ. ഈ പറഞ്ഞ പോലെ ഒരു ക്ലാരിറ്റി, ഫോക്കസ് എല്ലാ കാര്യത്തിലും. നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ എന്നോട് ഇടയ്ക്ക് ബിഗ് ബോസ് കണ്ടിട്ട് ഫാൻസായിട്ട് ചെറിയ പിള്ളേർ വരും, 6 വയസ്സുള്ള പിള്ളേരൊക്കെ. അവരമ്മമാരെ കൂടെ ഇരുന്ന് കാണാം. ഞാൻ അവരോട് ആദ്യം ചോദിക്കുന്നത് മതിയാ, നിങ്ങൾ എന്തിനാ ബിഗ് ബോസ് കാണുന്നത്? 6-year-old വാച്ചിങ് ബിഗ് ബോസ്. ഇറ്റ്സ് എ ഫേക്ക് സെൻസ് ഓഫ് റിയാലിറ്റി. ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് ആ കുട്ടിക്കില്ല. അത് പറഞ്ഞു കൊടുക്കണം പ്രത്യേകം. ദാറ്റ് ഈസ് എ ഗെയിം. കാരണം അത് റിയൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും. ചിലവർക്ക് ഹീറോസ് ഉണ്ടാവും, ആ ഹീറോസ് അവർ ക്രിയേറ്റ് ചെയ്യണത് ആ മൊമെന്റ്സിൽ നിന്നായിരിക്കും. ആക്ച്വൽ ലൈഫിൽ ചിലപ്പോൾ അത് പാളും. ഇപ്പോൾ ഓൾവേസ് ഗീവ് ദം എ സെൻസ് ഓഫ് റിയാലിറ്റി. ആൾക്കാരെ റിയൽ ആക്കി തന്നെ വളർത്തുക. ഇപ്പം എല്ലാവർക്കും ഇൻഫ്ലുവൻസർ ആയാൽ മതി, അൽഗോറിതം പ്രകാരം ജീവിക്കുക. എവറിബഡി ബിക്കംസ് എ ക്ലോൺ, വൺ ആഫ്റ്റർ അനദർ. ദർ ഇസ് നോ വെറൈറ്റി. എവറിഥിങ് ഇസ് സെയിം ലീനിയർ. ഐ ഡോണ്ട് ലൈക്ക് എ ലീനിയർ ലൈഫ്. വെറൈറ്റി വേണം, എല്ലായിടത്തുനിന്നും മാറി നടക്കണം. മറ്റേ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു പോയിട്രി ഉണ്ടല്ലോ, ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ്, ദ റോഡ്, 2 roads diverged ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ്. ആരും ഉപയോഗിച്ചിട്ടില്ല ആ റോഡ് ഉപയോഗിക്കാൻ. അതിന് ധൈര്യം ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്, സെൽഫ് മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. യു ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ്. അതുകൊണ്ടാണ് സിംഗിൾ ആയിട്ടിരിക്കുന്നത്. നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ എനിത്തിങ്. തിരിച്ച് വലിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. യു കാൻ ഡു യുവർ ബാഡ് ആസ് മൂവ്സ്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മെൻ്റലി ഒരു വേറെ സ്റ്റേറ്റിലായിരിക്കണം. ആ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്വന്തം കാര്യം പ്രയോറിറ്റൈസ് ചെയ്യുക. സെൽഫിഷ്, നാർസിസിസ്റ്റിക്, ഇതൊക്കെ ആൾക്കാരുടെ ചെറിയ ചിന്തകളാണ്. ഈ കാറ്റഗറീസ് ഒന്നും നോക്കണല്ലോ നമ്മൾ. എനിക്ക് ഹാപ്പിനെസ് വേണം, ഇത് സാധനം അച്ചീവ് ചെയ്യണം. ഇപ്പോൾ പുറത്ത് ഞാൻ ചെയ്യുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് എങ്ങനെ അവൈലബിൾ ആണ്? ഒരു രാജ്യത്തിൽ ഇപ്പോൾ ബൂം ബാങ്ങിനൊക്കെ ആൾക്കാർ ന്യൂസിലൻഡിൽ നിന്ന് പുള്ളി ചെയ്യണം കണ്ടിട്ട് അതിവിടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് താല്പര്യപ്പെടണം. ഞാനത് ഇവിടെ ചെയ്യും. കാരണം എനിക്ക് ഇപ്പോൾ തൽക്കാലം ന്യൂസിലാൻഡ് വരെ പോകാൻ പറ്റില്ല. നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് നടത്തി, അപ്പോൾ എനിക്കറിയാം ഇതൊക്കെ സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടും, എവിടെ നിന്ന് സോഴ്സ് ചെയ്യണം, കറക്റ്റ് നോക്കുക, എന്നിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു രീതിയിൽ മാസ്റ്റർ ഷെഫ് ഓസ്ട്രേലിയ കാണുന്ന ആൾക്കാരുണ്ട്. അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയി കുക്ക് ചെയ്യണം. എവിടെ ഇൻഗ്രീഡിയൻസ് കിട്ടും, കണ്ടുപിടിക്കുക, കിട്ടും. സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ. അപ്പോൾ അതേപോലെ ഓരോ കാര്യങ്ങൾ നമുക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പുറത്ത് നിന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ ഒരു വാക്യൂം ഒന്നുമില്ല. അവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ശ്രമിച്ചാൽ നമ്മൾ അതിനുവേണ്ടി കറക്റ്റായിട്ട് ഓരോ സ്ഥലത്ത് പോയി എടുത്ത് ഗ്യാദർ ചെയ്തെല്ലാം ചെയ്യണമെങ്കിൽ അതാ രസം. എല്ലാം ഈസി ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ലേസിയാവും. അതെ, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കണം. കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കണം. ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബോഡി വെയിറ്റ് ഒരു 180 ആയപ്പോൾ എത്തിയിട്ട് അവിടുന്ന് വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് ഡയറ്റ് ചെയ്ത് കുറഞ്ഞു വന്നു, അവിടുന്ന് വീണ്ടും എന്നിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തു എന്നുള്ളത് അതെന്തായിരുന്നു അതിന്റെ ഒരു? 180 ആയിരുന്നു, ഹ്യൂജ് ആയിരുന്നു. എനിക്ക് ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു പ്രത്യേക രീതിയിലുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ടി വന്നു ഒരു സർജറിയിലൂടെ. എന്നിട്ട് പിന്നെ നമ്മൾ ഡയറ്റ് നോക്കി. ഞാൻ എത്ര കുറക്കാൻ ശ്രമിച്ചാലും കുറയില്ലായിരുന്നു. അത് ഓരോരുത്തരുടെ ബോഡി ഇതുപോലെ ഇരിക്കും, ട്രാൻസ്ഫോർമേഷൻ പോലെ ഇരിക്കും. പിന്നെ എനിക്ക് എന്താ പറയുക, ഒരു 2.5 years എടുത്തു 86 എത്താൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ശോഷിച്ചു. പിന്നെ എൻ്റെ ലുക്കിനെ എനിക്ക് ഇഷ്ടപ്പെടണ്ടായിരുന്നു. ഭയങ്കര ബേബി ഫേസ് ആണ്. പിന്നെ താടി വളർന്നു. താടി വന്നിട്ട് പിന്നെ ഞാൻ താടി കളിക്കിട്ടില്ല. ഇത്രയും വർഷം എത്ര നാളായത് എന്ന് പറഞ്ഞാൽ ക്ലീൻ ഷേവ് ആയിട്ടില്ല. ആദ്യം താടി വെച്ചത് 2015. അത് കഴിഞ്ഞ് ഇതുവരെ കിട്ടും താടിയില്ലാത്ത ലുക്കില്ല. താടിയില്ലാത്ത ലുക്കില്ല. അത് ഇനിയിപ്പോ ലൈക്ക് വല്ല ആവശ്യം വന്നിട്ട് വല്ല ഷൂട്ടിനൊക്കെ പഠിക്കേണ്ടി വന്നാൽ പഠിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇല്ല. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇതാണ്. കാരണം എനിക്കൊരു ജോ ലൈൻ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുന്നതാണ്. ആ രീതിയിലൊക്കെ ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സ്കിന്നിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ പ്രായം കൂടിക്കൊണ്ടിരിക്കും തോറും ഇതൊക്കെ നമ്മൾ ഫുഡിലൂടെ തന്നെ, അതാണൊരു ബെസ്റ്റ് തിങ് ടു ഡു അബൌട്ട് ഈ ഡയറ്റ് പിടിച്ചതിൻ്റെ. ഐ ഗോട്ട് ടു നോ വാട്ട് ഐ ഷുഡ് ഈറ്റ്, വാട്ട് ഐ ഷുഡ് നോട്ട് ഈറ്റ്. ഇപ്പം ഞാൻ ഹെൽത്തിയാണ് ആൻഡ് ഫിറ്റ്. ഐ ഡോണ്ട് ഹാവ് അസുഖങ്ങളൊന്നുമില്ല. ഐ ഡോണ്ട് ഹാവ് ടു ബി ഇൻ ഷേപ്പ് ടു ബി ഹെൽത്തി. 6 pack മാത്രമല്ലല്ലോ ഹെൽത്തി. 6 pack ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഈ ഒബീസിറ്റി അണ്ടർ ചെക്കാണ്, ഒബീസ് അല്ല. ബോഡി മാസ് ഇൻഡെക്സ് നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതുകൂടാതെ ഞാൻ കഴിക്കുന്ന ഫുഡ്
ബിഗ് ബോസിൽ ഒരു ആൾക്കാർ കാണാൻ ഞാൻ 17 കിലോ കുറച്ച് ബിഗ് ബോസിൽ. 5 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുമായിരുന്നു. ആദ്യം ഭക്ഷണം കഴിക്കില്ല, കാർബ്സ് കഴിക്കില്ല, ചോറൊക്കെ ഞാൻ നെവിനും സാബുമാനൊക്കെ കൊടുക്കുമായിരുന്നു. ഇത്രേ ഉള്ളൂ, പ്രോട്ടീൻ മാത്രം കഴിക്കുക. ഇപ്പം ബൂം ബാങ് ചെയ്യുന്ന പോലെ കാർണിവർ ഡയറ്റ്, ഞാൻ എക്സാക്ട്ലി കാർണിവർ ഡയറ്റ് അല്ല ഫോളോ ചെയ്യണത്, പക്ഷേ ഒരുവിധപ്പെട്ട കാർണിവർ ഡയറ്റ് ആയിരിക്കും എൻ്റെ ഡയറ്റ്. കൂടുതലും മീറ്റ് ആയിരിക്കും. എന്നിട്ട് ഫൈബർ ഉണ്ടാവും, പക്ഷേ ഞാൻ പ്രോട്ടീൻ കിട്ടുന്ന സോഴ്സ് പോലെ തന്നെ ഫൈബറും കിട്ടാൻ നോക്കും. ബ്രോക്കളി, ലെറ്റസ്. ഞാൻ പുറത്ത് കുറേ ആളെ ജീവിച്ച കാരണം അങ്ങനെ കഴിച്ച് ശീലിച്ചു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ എല്ലാ ഫുഡും മാറിയിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റേക്ക് പുറത്തുനിന്ന് കഴിച്ച് അതൊരു ഹരം പിടിച്ചപ്പോൾ ഇവിടെ കിട്ടാത്ത കാരണം ഞാൻ സ്വയം ബുച്ചറി പഠിച്ചു, ഞാൻ തന്നെ സ്റ്റേക്ക് ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെയാണ് എല്ലാം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഞാൻ എല്ലാം ശ്രമിക്കും. എന്താണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്നൊക്കെ പറയില്ലേ, പഴയ ഒരു ചൊല്ല്. മാസ്റ്റർ ആവില്ല, എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പറയില്ലേ, അങ്ങനെയല്ല. ചിലപ്പോൾ നമുക്ക് മാസ്റ്റർ ആവാം. ജാക്ക് ഓഫ് സം ട്രേഡ്സ് ആൻഡ് മാസ്റ്റർ ഓഫ് സം ട്രേഡ്സ്. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുക. അതുകൊണ്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാണ്ടിരിക്കുക, ഓൾവേസ് കീപ് ട്രൈങ്. ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അതൊരിക്കലും നമ്മൾ ഡിസാർട്ടൻ്റ് ആയിട്ട് നിർത്തരുത്. വല്ലവരും വേണ്ടി, വല്ലവരും പറഞ്ഞ് കേട്ടിട്ടല്ല ജീവിക്കാൻ നമുക്കുള്ളത്. ആരും നമ്മുടെ ബിൽസ് ഒന്നും നടക്കുന്നില്ലല്ലോ. ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കും. എന്നിട്ട് സംസാരിക്കും. ഉപദേശം അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അഡ്വൈസ് നമുക്കിപ്പോൾ നിറച്ചും കിട്ടില്ലേ. ഇപ്പോൾ ഒരു കമന്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് അഡ്വൈസ് ആയിരിക്കും. നീ എന്താ ഇങ്ങനെ കൊടുത്തേക്കണേ, ഒരു പെണ്ണിന്റെ പോസ്റ്റിന് അടിയിൽ ഇതായിരിക്കും, നീ എന്താ ഇങ്ങനെ കൊടുത്തേക്കണേ, ഇവനൊക്കെ ഫുൾ കഞ്ചാവായിരിക്കും, ഇവനൊക്കെ മരുന്നടിച്ചേക്കണേ, ഇതൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടെ ഇരുന്ന് മരുന്നടിച്ചിട്ടായിരിക്കും ഇത് എഴുതണം. അപ്പൊ അതേപോലത്തെ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ എന്താ പറയുക, ഞാൻ ആക്ച്വലി അവോയ്ഡ്. അത് പിന്നീട് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അത് കോൺവെർസേഷൻ കൊണ്ടില്ല. അവന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവണം, അറ്റൻഷൻ കൊടുക്കരുത്, നീറി പോകുകയാണ് നമ്മളിവനെ മൈൻഡ് ചെയ്യണമെന്ന് കണ്ടിട്ട്. അപ്പൊ അതുപോലെ ഇരിക്കണം. ഈ പറഞ്ഞ പോലെ വെറുതെ വിടരുത്. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ വിടൂലേ, അവിടെ ഉണ്ടാവും. ഈ കമന്റ് നീ ഇട്ടല്ലേ, തരാം, ഞാൻ തരാം. ഒന്നെങ്കിൽ ഡിലീറ്റ് ചെയ്താലേ കംപ്ലീറ്റ്ലി. അവൻ വിചാരിക്കും ഇപ്പൊ അത് ഭയങ്കര ഹിറ്റ് ആവുന്നു. ഞാനതൊക്കെ ഹൈഡ് ചെയ്തൊക്കെ വെക്കും. അങ്ങനെ നീ ഇപ്പൊ എന്റെ പേരില് ഗോൾ അടിക്കണ്ട, എന്റെ പോസ്റ്റിൽ ഞാൻ ഹീറോ ആയാൽ മതി. അതിന്റെ സംഭവം. അങ്ങനെ കുറച്ച് വിനോദങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഓൺലൈൻ എല്ലാരും ഭയങ്കര കുറെ കമന്റ് ഗോളികളുണ്ടല്ലോ അവന്മാര്. പിന്നെ റെഡിറ്റിലൊക്കെ ചായ അടിച്ചിരിക്കണവന്മാരല്ലേ, സ്പിൽ സം ടീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവന്മാര്. ഞാൻ അതിലൊരു AMA പോയായിരുന്നു, ആസ്ക് മീ എനിത്തിങ്ങിന് പോയായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് ഭയങ്കര ഹെയ്റ്റാ റെഡിറ്റില്. അശ്ശോ, ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്നെ കൊല്ലും പുഴുങ്ങി തിന്നു എന്നൊക്കെ വിചാരിച്ചു. എവിടാ, സോ സില്ലി. കാരണം എന്താ വെച്ചാല് പറ്റണില്ല. അതായത് നമ്മളോട് നേരിട്ട് നിന്ന് സംസാരിക്കാനുള്ള ഈ കമന്റിൽ നിന്ന് കിട്ടുന്ന ധൈര്യം പോരാ അതിന്. കമന്റിലൊക്കെ വന്നിട്ട് ഈ മുഖവുമില്ല, ആ നട്ടല്ലെന്നൊക്കെ പറഞ്ഞ സാധനം വേണമല്ല. നേരിട്ട് വന്നിട്ട് സംസാരിക്കാൻ, നേരിട്ട് വന്നിട്ട് ഈ പറയുന്ന കുറ്റവും ക്രിറ്റിസിസവും തെറിയൊക്കെ വിളിക്കാൻ താല്പര്യമുള്ളവർ എനിക്ക് എൻ്റെ വീട് ഫോട്ടോ വെച്ചിട്ടാണ് ആരോടത്ത് ചോദിച്ചു കഴിഞ്ഞാലും കാണിച്ചു തരും. വന്ന് പറയാൻ ധൈര്യമുള്ളവൻ അവിടെ വന്ന് പറയട്ടെ, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ അതുപോലത്തെ അവനൊക്കെ നമ്മൾ ഈ പറഞ്ഞാലേ നമ്മളൊരു ലെവലിൽ എത്തിക്കുമ്പോൾ ഇത്രയും താഴ്ത്തിക്കണവനൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാൻ തന്നെ പാടായിരിക്കും. അതിന് സമയമില്ല, വേറെ എന്തോരം പേരുണ്ട്. ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരും, അതില് എനിക്ക് സെലക്റ്റീവായിട്ട് തോന്നണം അവർക്ക് ഞാൻ റിപ്ലൈ ചെയ്യും. അല്ലേ, അങ്ങനെയാണല്ലോ. കാണാൻ കൊള്ളാവുന്ന പെണ്ണ് കൊള്ളാം, റിപ്ലൈ. ഞാൻ സിംഗിൾ ആണല്ലോ, why not? ready to mingle. Ready to mingle, of course. Okay, ഇനി ബ്രദറിന്റെ കാര്യം കൂടെ ചോദിക്കണം. അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങളൊരു 14 ഇയർ ഗ്യാപ്പ് ഉണ്ട്, അത്രയുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം ഏറ്റവും ഹാപ്പി മൊമെന്റ് ആയിരുന്നു അന്ന് ആ വനിതാ തിയേറ്ററിൽ ഞാനും ഉണ്ടായിരുന്നു. FDFS കഴിഞ്ഞപ്പോ ഭയങ്കര ചേട്ടനും അനിയനും ഒരേ സന്തോഷത്തിലേക്ക് വന്ന, അനിയനെക്കാളും ഒരു കുറച്ചും കൂടെ സന്തോഷം മോനിൽ ചേട്ടൻ്റെ മുഖത്തോടെ കാണാനായിട്ടാണ്. ഒരു പ്രൗഡ് ബിഗ് ബ്രദർ ആയിരുന്നു. എന്താണ് ഡാറ്റുവിൻ്റെ ആ ഒരു സ്ട്രഗിൾ കണ്ടതാണ് ഒരു ആക്ടർ ആവാനായിട്ട് ഇങ്ങനെ കൊതിച്ചു. ആളിപ്പം ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായി നല്ലൊരു ക്യാരക്ടർ കിട്ടി, ആൾക്കാർ തിരിച്ചറിയുന്ന ലെവലിലെത്തി. എന്താണ് ഒരു ബിഗ് ബ്രദർ ഒരു പൊസിഷനിൽ നിന്ന് നോക്കുമ്പം എന്താണ് ഒരു ഫീല്? അവൻ്റെ ഒരു സ്വപ്നമാണത്. അവൻ്റെ സ്വപ്നം അവൻ അച്ചീവ് ചെയ്യുന്നു, അതും ഒരു നല്ല മാഗ്നിറ്റ്യൂഡില്. He was blessed to have that opportunity. കറക്റ്റായിട്ട് അവൻ ഓഡിഷൻ ചെയ്ത് അവനൊരു WWE ഫാനാണ്. അതുപോലത്തെ ഒരു പടം കിട്ടി, അങ്ങനെ നല്ലൊരു ക്രൂ കാസ്റ്റ്, നല്ലൊരു യൂണിറ്റ്, ഒരു ഫാമിലിനെ കിട്ടി. അവന് അവിടെ കുറെ ചേട്ടന്മാരുണ്ടായിരുന്നു. അതിലെ കാസ്റ്റൊക്കെ അർജുനും റോഷനും വിശാഖും എല്ലാവരും, പിന്നെ പിള്ളേരൊക്കെ കാർമൻ, വൈഷ്ണവ്, മിനോൻ, ഇങ്ങനെ ശ്യാം, ഇവരൊരു യൂണിറ്റ്, ഒരു ഫാമിലിയാണ് ഫുള്ള്.
ഇൻക്ലൂഡിങ് അദ്വൈത്, സനൂപ്, എല്ലാവരും, ആ ഷിഹാൻ, ഞാൻ എല്ലാവരും പേര് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, കാരണം അത്രയും പേര്, സുനിലേട്ടനൊക്കെ എല്ലാവരും ഇൻവോൾവ് ആണ് ഈ യൂണിറ്റിൽ. അങ്ങനെയൊക്കെ അവന് കിട്ടിയത് അവൻ്റെ ഭാഗ്യം, അനിയൻ്റെ ഭാഗ്യം. പിന്നെ അവൻ എങ്ങനെയാണ് സിനിമയിൽ വന്നത് നമുക്കറിയില്ലല്ലോ, നമ്മളാരും പടം കണ്ടിട്ടില്ലല്ലോ. പടം വന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് കിട്ടിയ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ ബിഗ് ബോസ് ഹൗസിൽ കയറി വന്നിട്ട് ആദ്യം ബിഗ് ബോസ് കാണില്ലേ, ആ സെയിം ഫീലിംഗ് ആണ്. ഐ ഹവ് മെയ്ഡ് ഇറ്റ് എന്നുള്ളത് എനിക്കും ഫീൽ ചെയ്യാം. ഐ ഹവ് മെയ്ഡ് ഇറ്റ്. ഞാൻ എൻ്റെ ഒരു സ്വന്തം പേഴ്സണൽ വിക്ടറി ആയിട്ട് കൂട്ടുന്നു. കാരണം മൈ ബ്രദർ സക്സീഡിങ് ഇസ് ലൈക്ക് മീ സക്സീഡിങ് ആണല്ലോ. ഇവൻ എത്ര കാലം ഓഡിഷൻ ചെയ്തിട്ടുണ്ട് അനിയൻ. അതിനുശേഷം അവനൊരു റോള് കിട്ടി, അവൻ്റെ ശരീരത്തിനും അവൻ്റെ ആക്ടിങ്ങിനും പറ്റിയത്. ഇപ്പം അതാണ്, ഇറ്റ്സ് ബിയോണ്ട് ഹിസ് ഫിഗർ. അവൻ്റെ ആക്ടിങ് അവൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. സോ ലൈക്ക് ഐ ആം ഓൾസോ റിയലി ഹാപ്പി. അവൻ്റെ സ്വീകാര്യത, ഓഡിയൻസിൻ്റെ ഇടയിലുള്ള സ്വീകാര്യത, കടൽക്കൊമ്പൻ എന്നുള്ള റോള് എന്നൊക്കെ വരുന്നപ്പോൾ യു ക്യാൻ ഇമാജിൻ എൻ്റെ വീട്ടിൽ എങ്ങനെയായിരിക്കും. ഞാനും ഇതുപോലെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ അവനാണ് ഇൻട്രോ ഷോട്ട് എന്നുള്ളത് നമ്മൾ തന്നെ അറിയില്ലല്ലോ, അവനാണ് ഇൻട്രോയിൽ വന്നത്. സോ വി ആർ മോർ ദൻ ഹാപ്പി. താങ്ക്സ് ടു എവ്രി വൺ ബിഹൈൻഡ് ഇറ്റ്. അവരാണിത്, ഈ ഡ്രീം യു വിൽ ബി പുഷ് ടുവേർഡ്സ് യുവർ ഡ്രീം എന്ന് പറയില്ലേ, നമ്മുടെ ആൽക്കമിസ്റ്റിൽ പറഞ്ഞ പോലെ, ദ ഹോൾ വേൾഡ് വിൽ കൺസ്പയർ ടു ഗെറ്റ് ഇറ്റ്. സോ അതുപോലെയൊക്കെ ഒരു ഫീലിംഗ് ആണ് കിട്ടുക. മെൻസിന്റെ മെന്റൽ ഹെൽത്തിനെ പറ്റി അധികം ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പം ബിഗ് ബോസിലായിരുന്ന ടൈമിൽ ഒരു ഫോൾസ് അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ഒരു ഫോൾസ് അലിഗേഷൻ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഈ ഇടയ്ക്ക് ഉണ്ടായിട്ട് ഒരു സൂയിസൈഡിലേക്ക് വരെ എത്തിയായിരുന്നു. സോ അത് ഇപ്പം കുറച്ചുകൂടെ ഒനിൽ ചേട്ടൻ അത് സംസാരിക്കാൻ പറ്റും. സോ എങ്ങനെയാണ് ആ മെന്റൽ ഹെൽത്തിന്റെ, അവിടെ കുറേ ഫേസ് ചെയ്യേണ്ട വന്നു. അത്തരത്തിലുള്ള ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അത് സാധാരണക്കാരനായ ഒരാളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതല്ലായിരിക്കാം. സോ എങ്ങനെ അത് ഫേസ് ചെയ്തു, ആൻഡ് അത് എങ്ങനെയാണ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റിയത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഇത്തിരി ക്ലാരിറ്റി വേണം. നമ്മളിത് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ. പിന്നെ നമ്മൾ ടു ഡിഫെൻഡ് യുവർ സെൽഫ്, യു ആർ ദ വിക്ടിം. സോ ഇറ്റ്സ് നോ മോർ എ ഡിഫെൻസ്. ഒരു ഡിഫെൻസ് അല്ല. നൗ യു ഹാവ് ടു ബി ക്ലിയർ, ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ പറയണം. മനസ്സിലായോ? നമ്മൾ ഡിഫെൻസിലാവുന്ന എപ്പോഴാണ് സം അക്യൂസേഷൻ അഗെയിൻസ്റ്റ് അസ് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ അത് റിയൽ ആണെങ്കിൽ, ഇതൊരു ഫോൾസ് അക്യൂസേഷനാണ്. സോ ഇഫ് യു ആർ വെരി ക്ലിയർ ദാറ്റ് യു ഹാവ് ബീൻ റോങ്ലി ഇംപ്ലിക്കേറ്റഡ്, റോങ് ആയിട്ട് നമുക്കെതിരെ ഒരു അക്യൂസേഷൻ വരികയാണെങ്കിൽ നമ്മളെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ ഭയങ്കര പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവും. ഓക്കെ, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ മെൻ്റലി ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് കുറച്ച് ക്ലാരിറ്റി ഉണ്ട്, ഇത് ഞാൻ ചെയ്തിട്ടില്ല, ഇതെങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് എനിക്കറിയാം. വക്കീലാണ് എന്നെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, അറിയാലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ അന്നൊരു സംഭവം ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും ക്യാമറകളുടെ ഇതിലാണ് നടന്നത്. പിന്നെ ഒരു ഫോൾസ് അക്യൂസേഷൻ ആണെന്നുള്ളത് തെളിയിക്കാൻ പറ്റുമല്ലോ, അത് തെളിയിക്കുകയും ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാനപ്പോൾ അന്ന് ആ ഒരു സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത് ലാലേട്ടൻ്റെ മുമ്പിൽ, ഈ സോറി എനിക്കല്ല, ഈ സോറി ആണുങ്ങൾക്കാണ്, എല്ലാ ആണുങ്ങൾക്കും. ദോസ് ഹു വെർ ബോൺ ഡെഡ് അലൈവ് ആൻഡ് ടു ബി ബോൺ. ഓക്കെ, കാരണം എനിക്കെൻ്റെ കാര്യം ഡിഫെൻഡ് ചെയ്യാൻ അറിയാം ക്ലാരിറ്റിയോടെ, കുഴപ്പമില്ല. പക്ഷേ ഇതുകൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ അത് പിന്നെ റിലവൻ്റ് ആയത് ഇപ്പം ഈ അടുത്താണ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്കും കുറേ ഈ ഓൺലൈൻ ഈ ഭയങ്കര ഈ ഒരു വാർമങ്കറിങ് ഉണ്ട്. ഒരു ഫാക്ഷൻ ആൾക്കാർ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇയാൾ ശരിക്കും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു ഫാക്ഷൻ ആൾക്കാർ പറയുന്നു ആ പെണ്ണ് ഇത് വെറുതെ ഉണ്ടാക്കിയതാണ്, അറ്റൻഷൻ സീക്കറാണെന്നുള്ളത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അയാൾ മരിച്ചു, ഹീ ഈസ് നോ മോർ. പിന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്കത് റെലവൻ്റ് ആക്കാൻ തോന്നിയില്ല. ബിഗ് ബോസിലെ കാര്യം റെലവൻ്റ് ആക്കി, പിന്നെ ആ സ്റ്റോറിയിൽ എന്നെ ഓടിച്ചുകൊണ്ട് പോകണം, പിന്നെ അവരെ ടോക്സിക് ഫാൻസിനെ ഞാൻ നേരിടണം. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ മെൻ്റൽ ഹെൽത്ത് പ്രയോറിറ്റൈസ് ആണല്ലേ. ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഉടനടി മെൻസ് എന്ത് പറഞ്ഞാൽ അസോസിയേഷനൊക്കെ വരും, മെൻസ് അസോസിയേഷനൊക്കെ വരും. അതൊക്കെ ഒരു ജോക്കല്ലേ? എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൽ ഒഫൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സെക്ഷൽ ഒഫൻഡർ മാനാണ്, ഒരു പെണ്ണ് വന്നിട്ട് റോങ്ലി ഇംപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി ആ മാനിൻ്റെ സൈഡ് എടുക്കുന്നത്. അതാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രവണത ആൾക്കാർക്ക്. ഇവള് ഇതാണ്, ഇവളതാണ്, വെറുതെ ഉണ്ടാക്കിയ എന്നുള്ള രീതിയിൽ അത് അനലൈസ് പോലും ചെയ്യുന്നില്ല അതിന് മുമ്പ് തന്നെ. പക്ഷെ മെൻസ് അസോസിയേഷൻ എന്താ ചെയ്യേണ്ടത്? ദേ ഷുഡ് ബി ഈ പറഞ്ഞ പോലെ വിക്ടിം ഷെയ്മിങ് ചെയ്യണതിന് പകരം അവർ ആ സമയത്ത് ഒരു സെക്ഷൽ ഒഫൻഡർ ആകുമ്പോഴത്തേക്ക് വിക്ടിം ഷെയ്മിങ് ചെയ്യണ ഒരു പ്രവണത ഉണ്ട് ആൾക്കാർക്ക്. ഒരു ആണൊരു സെക്ഷൽ ഒഫൻഡർ ആകുമ്പോൾ പെണ്ണിനെ വിക്ടിം ഷെയ്മിങ് ചെയ്യുക. ഈ വിക്ടിം ഷെയ്മിങ്ങിനൊക്കെ പോണത് ശരിക്കും പറഞ്ഞാൽ നട്ടില്ലാത്ത ആൾക്കാരാണ് എൻ്റെ അഭിപ്രായത്തിൽ.
മെൻസ് ഹെൽത്തിന് വേണ്ടി മെൻസ് അസോസിയേഷൻ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. മെൻസ് മെൻ്റൽ ഹെൽത്തിന് വേണ്ടി, മെൻസ് മെൻ്റൽ ഹെൽത്ത്, ആണുങ്ങൾക്ക് ഡിപ്രഷൻ, കരയാൻ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ക്രൈ, നോ പ്രോബ്ലം, അതിന് ആണത്തം പോകുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ ഒരു സെക്ഷൽ ഒഫൻസ് വരുമ്പം മാത്രം ഇങ്ങനെ ഒരു അസോസിയേഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ കട കൂട്ടിക്ക് മാത്രം FSSAI ഇതിൻ്റെ കാര്യങ്ങൾ കേൾക്കും, ഫുഡ് സേഫ്റ്റിനെ പറ്റി അറിയും. അല്ലാത്തപ്പോൾ ഫുഡ് സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാനിപ്പോൾ പുറത്തുനിന്ന് തക്കാളി മേടിച്ച് കഴിഞ്ഞാൽ അത് റോട്ടിലിരുന്നിട്ട് മണ്ണൊക്കെ കയറിയിട്ടുള്ള തക്കാളിക്ക് ഇത്രയും രൂപ, സൂപ്പർ മാർക്കറ്റിൽ അത് ക്ലിംഗ് റാപ്പിൽ ക്ലീൻ ചെയ്ത് വെച്ച സെയിം തക്കാളി കൂടുതൽ രൂപ. അപ്പോൾ ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു കടകൂട്ടിക്കലിന് മാത്രമാവരുത്, ഫുഡ് സെക്യൂരിറ്റി ഉണ്ട്, ഫുൾ എൻവയൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യണം, അതും കൂടി എൻഷുർ ചെയ്യണം ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആണല്ലോ. അതേപോലെ തന്നെ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഈ മെൻസ് അസോസിയേഷനൊക്കെ വന്നിട്ട് ഉടനടി ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ മെൻസ് മെൻ്റൽ ഹെൽത്തിനെ പറ്റി എന്തോരം ഡിസ്കസ് ചെയ്യുന്നു. മെൻ ആർ യുനോ എന്താണ് മെൻ്റലി സ്ട്രോങ് ഇസ് എൻ അസംഷൻ, ഓക്കെ, ആൻഡ് വിമൻ ഡു നോട്ട് സീക്ക് അറ്റൻഷൻ എന്നുള്ളതും ഒരു അസംഷനാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് അസംഷൻ്റെ ഇടയിൽ ഒരു ബാലൻസ് ഉണ്ടാക്കിയേ പറ്റും. ഓൺലൈൻ ആൾക്കാർ പലതും പറയും, അത് അവർക്ക് അറ്റൻഷന് വേണ്ടിയായിരിക്കും. ഇപ്പോൾ ഈ ചില ആൾക്കാർ വന്നിട്ട് ദേ റെപ്രസെൻറ്റ് ഫെമിനിസം ആൻഡ് സ്പീക്ക് അട്ടർ നോൺസെൻസ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ട്രോളിൽ ഇങ്ങനെ കുറേ കാണുന്നത്. എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് ഒരു കോൺസെപ്റ്റിനെയാണ്, ഫെമിനിസം എന്ന് പറഞ്ഞത്. ദാറ്റ്സ് ബിക്കോസ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഈവൻ എ ഗൈ ക്യാൻ ബി എ ഫെമിനിസ്റ്റ്, എ മാൻ ക്യാൻ ബി എ ഫെമിനിസ്റ്റ്. ഭയങ്കര ഓൺലൈൻ പേട്രിയാർക്കി, ഓൺലൈൻ മിസോജിനി ക്ലബ്ബൊക്കെ വന്നിട്ട് ഭയങ്കര അറ്റാക്കാണ് ഫെമിനിസത്തിന്. ഓക്കെ, ഐ തിങ്ക് ദേ ആർ ഇൻസെക്യൂർ. അവർ ഇൻസെക്യൂർ ആയതുകൊണ്ടും കോമ്പറ്റീറ്റീവ് അല്ലാത്തതുകൊണ്ടുമാണ് അങ്ങനെ ആകുന്നത്. ഈ കുറച്ച് ഇൻ്റലക്ച്വലായിട്ട് ഉള്ള ആൾക്കാർ ബാക്കിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ ഒരു ബാലൻസോടെ കാണാൻ വേണ്ടി. നേരത്തെ പറഞ്ഞ പോലെ ഈ പിള്ളേർ ബിഗ് ബോസ് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് അമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടത് ഇറ്റ്സ് എ ഗെയിം എന്നുള്ളതാണ്. അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് ഇല്ല. അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ് എല്ലാവരുടെയും. ഇത് ഒരെണ്ണം കണ്ടിട്ട് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് വാട്ട് വേർഡ്സ് യു ചൂസ്, ഹൗ യു ക്യാരി യുവർ സെൽഫ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. വെറുതെ ലൗഡായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഫേമസ് ആവുക. പൊട്ടത്തരങ്ങൾ, നെഗറ്റിവിറ്റി സെൽസ് ഓൺലൈൻ. ഞാൻ ഈ ബിഗ് ബോസ് സ്റ്റോറി ലൈൻ ഇപ്പോഴും ഓടിച്ചു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ഇത്രയും കൂടി ഫേമസ് ആവാം. എൻ്റെ ആവശ്യമില്ല, എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഞാൻ സാക്രിഫൈസ് ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു അനാലിസിസ് ഒരു മനുഷ്യന് ഉണ്ടാവുന്നത് കുറച്ച് എന്താ പറയുക, ഇത്തിരി മെച്ചുവറായിട്ട് ഇത്തിരി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന കാരണമാണ്. അങ്ങനെ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റണമെന്നില്ല. അയാൾ വീക്കാണെന്നൊന്നുമില്ല. ഒരാൾ ചിലപ്പോൾ അയാളുടെ ജീവിതം ഒടുക്കാൻ തോന്നി അയാൾക്ക്, അതുകൊണ്ട് അയാൾ അത്രത്തോളം മെൻ്റൽ പ്രഷറിലൂടെയാണ് പോയത്. ഇതിനെപ്പറ്റി ഒരാളും ഡിസ്കസ് ചെയ്യുന്നില്ല. അവനൊപ്പം എന്ന് പറഞ്ഞ ഒരു ഹാഷ്ടാഗ് ഞാൻ കണ്ടില്ല, കാൻഡിലൈറ്റ് വിജിലി ഞാൻ കണ്ടില്ല. ഈ മെൻസ് അസോസിയേഷൻ പറഞ്ഞത് രാഹുലിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ആ പെണ്ണിനെ വിക്ടിം ഷെയിം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മെൻസ് അസോസിയേഷൻ ഞാൻ കണ്ടിട്ടുള്ളത്. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ മെൻസ് അസോസിയേഷൻ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മെൻ്റൽ ഹെൽത്ത് അവയർനെസ് കൊടുക്കുക ആണുങ്ങൾക്ക് പല കാര്യങ്ങളിലും. കുറേ കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫെമിനിറ്റി അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഒരാണായി കഴിഞ്ഞാൽ അയാൾ മാസ്കുലിൻ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, സിക്സ് പാക്ക് ഉണ്ടാവണം, കട്ടിമീശ വേണം. ഇതൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകിടപ്പ്. കട്ടിമീശ വേണം, നരയുണ്ടാവണം, കുറച്ച് പ്രായം പക്വതം തോന്നിക്കണമെങ്കിൽ, സിക്സ് പാക്ക് ഉണ്ടാവണം, ഭയങ്കര ലുക്ക് ആവണമെങ്കിൽ. അതൊന്നും ഇല്ല. ആണത്തം തെളിയിക്കാൻ വേറെ പല രീതികളുണ്ട്. ഇതൊന്നും ആവശ്യമില്ല. കൊച്ചുണ്ടാക്കണം എന്നാലും ആണത്തം തെളിയിക്കണം എന്ന് പറയാം. അത് പറഞ്ഞ പോലെയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ മാസ്കുലിനിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്ത കാരണമാണ് എന്തൊരു സാധനം ചെയ്താലും ടോക്സിക് മാസ്കുലിനിറ്റിനെ പറ്റി മാത്രം ഡിസ്കഷൻ വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മിസാൻഡ്രി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നത്. ആണുങ്ങൾ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ചിലപ്പോൾ ലൈക്ക് ഡയറക്റ്റ്ലി അല്ലായിരിക്കും. ആണുങ്ങൾ എന്നുള്ള കോൺസെപ്റ്റ് ഡിസ്മിസ് ചെയ്യുന്നത്. അത് മാസ്കുലിനിറ്റി നിങ്ങൾക്ക് അറിയില്ല. വൈ ഡോണ്ട് യു അപ്രീഷിയേറ്റ് മാസ്കുലിനിറ്റി? പല രീതിയിലുണ്ട്. മാസ്കുലിനിറ്റി അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരാണെന്നുള്ള നിലക്ക് നമ്മുടെ ഫെമിനിറ്റി അപ്രീഷിയേറ്റ് ചെയ്യണം. കമ്മല്, ടാറ്റൂസ്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആണത്തൊന്നും പോകുന്നില്ല. ആരുടെ അടുത്തും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ എൻ്റെ പഴയ എക്സസിനോട് ചോദിച്ചാൽ മതി. ഇപ്പം എന്തായാലും കുറേ സംസാരിച്ചു. ഒരു ഒനീൽ സാബുവിൻ്റെ മറ്റൊരു വേർഷൻ
കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക് യു അനിൽ ചേട്ടാ. ഇനി നമുക്ക് കാണണം, ഇതുപോലെ തന്നെ ഒരുപാട് സംസാരിക്കണം. കുറേ ഇപ്പം ഈ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് എനിക്കറിയാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ, അങ്ങനത്തെ ഇനിയും എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. അതെ. സോ അപ്പോൾ ഇനിയും കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്ക് സ്പെഷ്യൽ ഇൻട്രോയ്ക്കും ഒരുപാട് താങ്ക്സ്. അത് പിന്നെ ഒരു ക്ലോസിംഗ് ഉണ്ട്, ലവ് ആൻഡ് റെസ്പെക്ട് FC ബോയ്. ക്ലോസിംഗ് ഉണ്ട്. താങ്ക് യു ജ്യോതിഷ. ലവ് ആൻഡ് റെസ്പെക്ട് FC ബോയ്. ഓ താങ്ക് യു.